ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ അല്ലേ കൺവേർഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി നമുക്ക് ഇന്ന് മുതൽ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ചാപ്റ്റർ മുതൽ നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ വരെ നമുക്ക് തന്നേക്കുന്ന എക്സാം മെയിൻ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു 15 ഇയേഴ്സിന്റെ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആപ്പിൽ തന്നിട്ടുണ്ട്. അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. ചെയ്തു തുടങ്ങിയോ? ഇല്ല. അപ്പൊ അത് ചെയ്തു തുടങ്ങണം. ഇനി മുഴുവനും നമുക്ക് ക്വസ്റ്റ്യൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫോമിലേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. എത്ര ക്വസ്റ്റ്യൻസ് അറിയാം എന്നുള്ള ഒരു രീതിയിലാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടൊരു പ്ലാൻ 20 മുതലുള്ള ഒരു പ്ലാൻ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എടുത്തിടാം കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങൾ പഠിക്കുന്ന ഷെഡ്യൂളൊക്കെ ചെയ്യാം. ഇത്ര അവർ 3 അവർ കെമിസ്ട്രി അങ്ങനെയൊക്കെ പറയുന്നത് ഒരെണ്ണം ഒരു എക്സാമ്പിൾ പോലെ എടുത്തിടാം. നിങ്ങൾ അതുപോലെ ഒരു പ്ലാൻ ഉണ്ടാക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു പ്ലാൻ വേണം. ഇനി നമുക്ക് നോക്കാം ടോട്ടൽ എത്ര ചാപ്റ്റർ ഉണ്ട്? 10 ചാപ്റ്റർ കേട്ടോ. ഓർത്ത് നോക്കാം. പഠിക്കുന്നതിന് പല റൂളുകൾ ഇടാം. ഞാൻ കണ്ടേക്കുന്ന ഒരു ബെസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഈ 10 ചാപ്റ്ററിൽ ഈ 3 ഇത് കണ്ടോ നോക്കിയേ. ഈ 3 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കൊടുത്തേക്കുന്ന 3. എത്ര മാർക്ക് വരുന്നുണ്ട് നോക്കിയേ. 7 + 7 14 + 9 എത്ര വന്നു? 23. ഈ 23 മാർക്ക് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ഓറിയന്റഡ് ആയിരിക്കും. ന്യൂമറിക്കൽസ് കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് അറിയാലോ ന്യൂമറിക്കൽ ആയിട്ടുള്ള ഏരിയ ബേസ് ചെയ്തിട്ട് ടോട്ടൽ 70 ഇത് ഏറ്റവും സേഫ് സോൺ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ന്യൂമറിക്കൽ ആണ്. അപ്പൊ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ റിവിഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ 3 ചാപ്റ്റർ ഒരുമിച്ച് പഠിക്കണം. ഈ 3 ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിൽ ഏറ്റവും കൂടുതൽ മാത്തമാറ്റിക്കൽ ഏരിയ എന്താണോ അത് ഫോക്കസ് ചെയ്യാം ഫസ്റ്റ്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്ത 3 എന്ന് പറയുന്നത് ഫോർത്ത് D&F, 5th കോർഡിനേഷൻ കോമ്പൗണ്ട്, 10 ബയോമോളിക്യൂൾ. ഇതാണ് ഈ 3. എന്തുകൊണ്ട് ആ 3 അങ്ങനെ കൊടുത്തു? ഒരു റീസൺ ഉണ്ട്. ഈ 3 നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം കമ്പാരിറ്റീവ്ലി ഇതിൽ ഇക്വേഷൻസ് ഒന്നും അല്ല, ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആ വരുന്നത്. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അറിയാം ബയോമോളിക്യൂളിൽ അല്ലേ. പുറത്ത് വെക്കാം. റെഡ്യൂസിങ് ഷുഗർ പറഞ്ഞു. എന്താണ് റെഡ്യൂസിങ് ഷുഗർ? അല്ലേ. ഓർത്ത് വെക്കാം. കാർബോഹൈഡ്രേറ്റ് അണ്ടർഗോ ടോളറൻസ് ടെസ്റ്റ് ഓർ ഫെയിലിംഗ് ടെസ്റ്റ്. എക്സാമ്പിൾ ഓൾ മോണോസാക്കറൈഡ് ആർ എന്തായിരുന്നു? റെഡ്യൂസിങ് ഷുഗർ അല്ലെ. ഗ്ലൂക്കോസ് റെഡ്യൂസിങ് ഷുഗർ ആണ്. അപ്പോൾ അങ്ങനെ പറയുന്ന ഡയറക്റ്റ് ആയിട്ട് വരുന്ന വേർഡ് ആയിട്ട് വരുന്ന ഏരിയാസ് ആണ് ആക്ച്വലി വരുന്നത്. ഇത് അതുപോലെ D&F അല്ലെ. D&F ഇഷ്ടം പോലെ അല്ലെ കമ്പാരിറ്റീവ്ലി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരാവുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കണം. കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് D&F എക്സ്പ്ലെയിൻ. കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടി D&F. ഡിയില് കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. വാട്ട് ഇസ് റീസൺ? ലാർജ് സർഫസ് ഏരിയ ഉണ്ട്. 2 വേർഡാണ് ആൻസർ. ആ 2 വേർഡ് ഉണ്ടെങ്കിൽ മാർക്ക് തരൂ. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ അറിയാം. മൾട്ടിപ്പിൾ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അഡോപ്റ്റ് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പിന്നെന്തായിരിക്കും? വേക്കന്റ് ഡി ഓർബിറ്റൽ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ടിവേഷൻ എനർജി കുറയുന്ന കാറ്റലിസ്റ്റിന്റെ ഡെഫിനിഷൻ എഴുതി വെക്കണം. ഇത് 3 കൂടി പിൻ ചെയ്താൽ ഇതിൽ വരുന്ന ഏരിയ ഓർത്ത് നോക്കാം. ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട് ഉണ്ട് D&F. വാട്ട് ഇസ് റീസൺ? അല്ലെങ്കിൽ വാട്ട് യു മീൻ ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട്? സ്മോൾ മോളിക്യൂൾ ലൈക്ക് കാർബൺ, നൈട്രജൻ, സിലിക്കൺ ഒന്നുമില്ല കേട്ടോ. ഓർത്ത് നോക്കാം. കാർബൺ, നൈട്രജൻ, ഈ എയറിലുള്ള സാധനം ഇല്ലേ അത് ഓർത്താൽ മതി. കാർബൺ, നൈട്രജൻ, സ്മോൾ മോളിക്യൂൾ, ഹൈഡ്രജൻ ട്രാപ്ഡ് ഇൻ ടു ദ ക്രിസ്റ്റൽ ലാറ്റിസ് ഓഫ് എ മെറ്റൽ കേട്ടോ. ഓർത്ത് നോക്കാം. നമുക്കറിയാം ഒരു ഗോൾഡ് ഉണ്ട്. ആ ഗോൾഡിന്റെ ഉള്ളില് ചെറിയ നൈട്രജൻ ഒക്കെ അല്ലെ ഒരെണ്ണമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടു അല്ലെ. അങ്ങനെ വന്ന് ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും? ദേ കൺവേർട്ട് ടു ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട്. ദെൻ നെക്സ്റ്റ് ലക്ഷ്മി പറയാണ് കളേർഡ് അയോൺ എക്സ്പ്ലെയിൻ. D&F കളേർഡ് അയോൺ ഉണ്ട്. അല്ലെങ്കിൽ ചോദിക്കും കാൽസ്യം. അടുത്ത നാളെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ബോർഡ് എക്സാം ആണ് ആക്ച്വലി. കാൽസ്യം എക്സിബിറ്റ് ബ്രിക്ക് റെഡ് കളർ അല്ലെ. അതുപോലെ ഉള്ള ക്വസ്റ്റ്യൻസ് വരാം അല്ലെ. സ്ട്രോൺഷ്യം എക്സിബിറ്റ് കളർ. അങ്ങനെ വന്ന കളർ വന്നാൽ എന്തായിരിക്കും ആക്ച്വലി വരുന്ന സമയത്ത്? എന്തായിരിക്കും? ഡിയിലാണെങ്കിൽ കേട്ടില്ല. അൺപെയ്ഡ് ഇലക്ട്രോൺ വരും. പിന്നെന്തായിരുന്നു? DD ട്രാൻസിഷൻ പറയാം അല്ലെ. ഓർത്ത് നോക്കാം. പക്ഷെ കാൽസ്യത്തിന് അങ്ങനെ DD പറയാൻ പറ്റുമോ? പിന്നെന്ത് പറയും? കളർ എക്സിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇലക്ട്രോൺ അബ്സോർബ് എനർജി ഇൻ ടു ദ വിസിബിൾ റീജിയൻ ടു എക്സൈറ്റഡ് എ ഹയർ എനർജി ലെവൽ. അങ്ങനെ പറഞ്ഞാൽ മതി. ജനറൽ ആയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഓർത്ത് നോക്കുക. ഇലക്ട്രോണിന്റെ ഈ എന്താണ് അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റേഷൻ വരുമ്പോഴാണ് ഇപ്പോഴും എന്ത് വരുന്നത്? കളർ വരുന്ന ഫോട്ടോമെട്രി എന്ന് പറയുന്ന ഒരു റീജിയനിലേക്ക് പോകും അല്ലെ. ഓർത്ത് നോക്കുക. അത് എവിടെ ആദ്യം പഠിച്ചു? 11th ഏത് ചാപ്റ്റർ ആയിരുന്നു? സ്ട്രക്ചർ ഓഫ്
ആറ്റം അല്ലേ ഓർത്ത് നോക്കുക. അവിടെ നമ്മുടെ റീജിയൻ ഒക്കെ ഉണ്ട് വരുന്നത്, ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ ആ റീജിയൻ ആയിട്ട് കണക്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇതില് ഈ 3 ചാപ്റ്റേഴ്സ് എന്തായിരുന്നു? ഇതുണ്ടോ, ഡിസ്ക്രിപ്ഷൻ ഓറിയന്റഡ് ആണ്. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 സെക്ഷനിലേക്ക് വരികയാണ് ഓർഗാനിക്. അപ്പൊ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് 3 പഠിക്കുക, പ്ലസ് ഇത് 3 ഒരുമിച്ച് പഠിക്കുക, ദെൻ ഓർഗാനിക് ഒരുമിച്ച് പഠിക്കുക. ഇനി റാൻഡം ആയിട്ട് പഠിച്ചാലുള്ള പ്രശ്നം പറയാം. ഇപ്പൊ ആൽക്കഹോൾ പഠിച്ചു ഒരു വെച്ച്, അത് കഴിഞ്ഞിട്ട് കെമിക്കൽ കൈനറ്റിക്സ് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് DNF പഠിച്ചു. ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഷഫിൾ ചെയ്യുന്ന സമയത്ത് ബ്രെയിൻ ഒരു ഐഡിയ കിട്ടത്തില്ല, മനസ്സിലായി? ഒക്കെ കൂടി എന്ത് ചെയ്യും, മിക്സ് ആവും കേട്ടോ. ഓർത്തോക്കെ ഒക്കെ കൂടി എന്ത് ചെയ്യും, മിക്സ് ആയിട്ട് ഒന്നിന്റെയും ഒരു എന്താ പറയാ കോമ്പിനേഷൻ കറക്റ്റ് ആയിട്ട് വരണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഈ ഒരു ക്ലസ്റ്റർ പഠിക്കാം, ഈ ക്ലസ്റ്ററിൽ വേണമെങ്കിൽ 2 ചാപ്റ്റർ പഠിക്കാം, അങ്ങനെ പഠിച്ചു തീർത്താം, മനസ്സിലായി? ഈ ക്ലസ്റ്ററിൽ 2 ചാപ്റ്റർ പഠിക്കാം, അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ എടുത്തു പോവുക. ദെൻ നെക്സ്റ്റ് വെയിറ്റേജ് ഓർത്ത് നോക്കി. ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ് ഏതാ? ഇലക്ട്രോകെമിസ്ട്രി. സെക്കൻഡ് ഹയസ്റ്റ് ഏതാ? ഇവിടെ ബ്ലോക്സ് ഇട്ട് വെച്ചിട്ടുണ്ട്, ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ്. അവിടെ ആണ് നമ്മുടെ ഗെയിം വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഇലക്ട്രോകെമിസ്ട്രിയിൽ നിന്ന് ഒരു ടഫ് ആയിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇലക്ട്രോകെമിസ്ട്രിയില ഒരു ടഫ് ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ അത് ആരുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും? നേൺസ്റ്റ് ഇക്വേഷൻ ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും അല്ലെ? നേൺസ്റ്റ് ഇക്വേഷനും അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകൾ നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോൾ ഇവിടെ നിന്ന് വരാം. ഇനി നമുക്ക് ടഫ് ആയിട്ടുള്ള ഏറ്റവും ചാൻസ് ആയിട്ടുള്ളത് ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് ആണ്. അതിൽ വരുന്ന അല്ലെ കുറെ ആൾക്കാരുണ്ട്, സൈനോഹൈഡ്രിൻ, ഹെമിയസെറ്റാൽ, അസെറ്റാൽ, DNP അല്ലെ. ഓക്കെ, അങ്ങനെ വരുന്ന ആൽഡോഡ് കണ്ടൻസേഷൻ, കാനിസാരോ, അങ്ങനെ വരുന്ന കോമ്പിനേഷൻ ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് എല്ലാം ഇതിൽ വരും, ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കാം. ദെൻ ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാം. ദെൻ നിങ്ങൾക്ക് അറിയാം ഈ പ്രാക്ടിക്കലൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതിന്റെ ടൈമൊക്കെ മാറ്റി വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഒന്ന് ഓർഡറിൽ കൃത്യമായിട്ടൊരു പ്ലാൻ വേണം കേട്ടോ. ഓർത്ത് നോക്കുക, കറക്റ്റ് ആയിട്ട് പ്ലാൻ വേണം. അപ്പൊ ഞാൻ ചോദിക്കും കേട്ടോ കുറച്ച് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇവിടെ നോക്കിയേ, ഈ പ്ലാൻ വെച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ബുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും അല്ലേ? ഓക്കെ, മോൻ്റെലുണ്ട്, അവരേൽ ഇത് കൊടുക്കും കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പോൾ നാളെ ബോർഡുള്ള ആൾക്കാർ ഇത് നോക്കണമെന്നൊന്നുമില്ല, നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടി തന്നെ നോക്കിയാൽ മതി കേട്ടോ. ഓർത്ത് നോക്കുക, ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതി വെക്കാം. അവർക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഫിനോളിന്റെയും താലിക് അൺഹൈഡ്രേറ്റിന്റെ ഇക്വേഷൻ ഒക്കെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഇന്നലെ എഴുതിയതല്ലേ, ഓർത്ത് നോക്കാം. ഞാൻ എഴുതിപ്പിക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഒന്ന് എഴുതി വെക്കും. അപ്പോൾ നിങ്ങൾ ബാക്കി പ്രാക്ടിക്കൽ കഴിഞ്ഞ ആൾക്കാർ ആരൊക്കെയാണ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്? നിങ്ങൾ 2 പേരും അല്ലേ കഴിഞ്ഞേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ആ ടൈമിൽ ഈ ക്വസ്റ്റ്യൻസുകളിലേക്ക് തന്നെ ചെയ്താൽ മതി. കഴിഞ്ഞിട്ടില്ലല്ലോ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് എഴുതണം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ അതിലേക്ക് വരാം, കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ പല ആൾക്കാരും ഇത് ഫുള്ള് ടിക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓർത്ത് നോക്കുക, ഇത് മുഴുവനും ടിക്ക് ചെയ്ത് പഠിച്ച് ക്ലിയർ ചെയ്ത് ഇൻഡിവിജ്വലി ഇവിടെ പറഞ്ഞു കേൾപ്പിക്കണ ഒരു പ്രോസസ്സ് നമ്മൾ തുടങ്ങും കേട്ടോ. ഓക്കെ, അത് February 1 ഓൺവേർഡ്സ് അല്ലേ. നിങ്ങൾക്ക് പിന്നെ സ്കൂളിലധികം പോണ്ട എന്നൊക്കെ ഉള്ള ഒരു എയിം വരും. നമ്മൾ രാവിലെ തൊട്ടുള്ള പതുക്കനെ കേട്ടോ. ഓർത്ത് രാവിലെ ഒരു 11 മുതൽ ഇവിടെ നമുക്ക് ഇരുന്ന് ഫുഡൊക്കെ ആയിട്ട് വന്ന് കെമിസ്ട്രിക്ക് വേണ്ടി അധികമൊന്നുമല്ല, ഒരു 2 ദിവസമൊക്കെ കേട്ടോ. ഓർത്ത് നോക്കാം, അങ്ങനെയൊക്കെ നമ്മൾ നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു കുറേ ഏരിയ കേട്ടോ. ഓർത്ത് നോക്കാം. ഇപ്പോൾ പഠിക്കുന്നത് ആ ദിവസം വന്നിട്ട് ഈ 3 ചാപ്റ്റർ പഠിച്ചു തീർത്തു അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ ഒരു ചാപ്റ്റർ ഉണ്ട് സാറേ, ഒരു പോർഷൻ അത് രാവിലെ തൊട്ട് വൈകിട്ട് വരുന്നു, അതിന് അങ്ങനെയല്ല, ബാലൻസ്ഡ് ആയിട്ട് പഠിക്കാൻ നോക്കുക. അപ്പോൾ ഇതിൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നമ്മൾ ഇവിടെയാണ് തുടങ്ങുന്നത്. സൊല്യൂഷൻ ഈ ഓർഡർ ആണ് ആക്ച്വലി ഇനി പഠിക്കാൻ പോകുന്നത്. സൊല്യൂഷൻ, ഇലക്ട്രോകെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, 3 ചാപ്റ്റർ. ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു പേജ് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, മറ്റേ ആ പേജ് ഉണ്ടാവില്ല എന്ന് കാണിച്ചു. നിങ്ങൾക്ക് ആ പേജ് തന്നിട്ടുണ്ട്. ആ പേജ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഒരു എന്താണ് ഹാൻഡ് റിട്ടൺ ആയിട്ട് തന്നേക്കുന്നതാണ്. അത് ക്ലിയർ ആയിട്ട് ഇപ്പൊ കിട്ടണം കേട്ടോ. ഓർത്ത് ഫിലിപ്പോസ് പറയാന്ന് പറഞ്ഞു. വെരി ഗുഡ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓർമ്മയുണ്ടല്ലോ. സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഈ കൺസെപ്റ്റ് ആണ് ആക്ച്വലി കേട്ടോ. ഓർത്തോ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വലിയ എക്സ്പ്ലനേഷൻ നോട്ടൊക്കെ തന്നിട്ടുണ്ട്. അതൊന്നുമല്ല നമ്മൾ ചോദിക്കുക, ഇത് കറക്റ്റ് ആണോ, നേരെ ഇത് ഓക്കെ ആണ്, ഇതെനിക്ക് അൾട്രാ ക്ലിയർ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് പറയാൻ പറ്റണം. അൾട്രാ ക്ലിയർ ഫാസ്റ്റ്, അല്ലാതെ ഇതിങ്ങനെ ആലോചിച്ച് സാറ് 5 ആ പരിപാടി ഒന്നുമില്ല. എക്സാമിന് ഇരിക്കുമ്പോൾ അൾട്രാ ക്ലിയർ ആൻഡ് ഫാസ്റ്റ് ആയിട്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു എയിം കേട്ടോ. ഓർത്ത് വെക്കാം. അതൊന്നും ഇവിടെ നോക്കില്ല, ഇന്നിപ്പോൾ ക്വസ്റ്റ്യൻസ് തുടങ്ങുള്ളൂ. ഇത് പറയിപ്പിക്കുക എന്നുള്ള പ്രോസസ്സ് ഇൻഡിവിജ്വലി നമുക്ക് സൈഡിൽ കൂടി ചെയ്തു പോകേണ്ട ഏരിയ ആണ് കേട്ടോ. ഓർത്ത് നോക്കാം, അത് പറയണം. അപ്പോൾ പ്രാക്ടിക്കൽ ആയതുകൊണ്ട് ഞാൻ വേറെ നിർബന്ധിക്കണമൊന്നുമില്ല, അത് പോട്ടെ. ഓക്കെ, ദെൻ അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് ഈ ഒരു പേജ്, എല്ലാ ചാപ്റ്ററിനും ഒരു പേജേ ഉള്ളൂ അല്ലെ. ഒരു ചാപ്റ്ററിനും കണ്ടുകൊണ്ട് 2 പേജേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാ അതിനും ഒരു പേജാണ്. അപ്പോൾ ഈ ഒരു പേജ് എന്ന് പറയുന്നത് കണ്ടോ, 2 സൈഡായിട്ടുള്ള പേജ്, ചിലതിനൊക്കെ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. അത് എങ്കിലും ഏറ്റവും മിനിമം ആയിട്ട് ആ ചാപ്റ്ററിന്റെ ബേസിക് ഏരിയ ആണ്, അത് ക്ലിയർ ആയിട്ട് കിട്ടണം കേട്ടോ. ഓക്കെ,
ഈ പേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ആദ്യത്തേതിൽ നമ്മൾ കൊടുത്തേക്കുന്ന മുഴുവൻ ആദ്യത്തെ ഏരിയയിൽ നമ്മൾ കൊടുത്തേക്കുന്ന എന്തായിരുന്നു? മൊളാരിറ്റി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓർത്ത് വെക്കാം, ഓർഡറിൽ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു വെക്കാം. മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, പിന്നെ എന്തൊക്കെയായിരുന്നു? മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, PPM. ഏകദേശം 6 ടോപ്പിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓർഡറിൽ തന്നെ കൊടുത്തേക്കുന്നത് PPM, പാർട്സ് പെർ മില്യൺ. ഇത് സെൽഫായിട്ട് കിട്ടുമെന്ന് ചെക്ക് ചെയ്യാം. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഹെൻറീസ് ലോ എന്തായിരുന്നു? P equal to KH into chi. ഹെൻറീസ് ലോ എന്തായിരുന്നു? P equal to KH into chi. അതിന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയായിരുന്നു ചോദിച്ചേ? എയറേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, ബെൻഡ്, പിന്നെന്തായിരുന്നു? അനോക്സിയ അല്ലേ? അനോക്സിയ. ബെൻഡ് എന്തായിരുന്നു? ഫോർമേഷൻ ഓഫ് നൈട്രജൻ ബബിൾസ് ഇൻ ബ്ലഡ് കാപ്പിലറീസ് അല്ലേ? എപ്പോഴാണ്? അണ്ടർ വാട്ടർ ആൻഡ് ഹൈ പ്രഷർ. ആർക്കാണത്? സ്കൂബ ഡൈവേഴ്സ്. അപ്പൊ സ്കൂബ ഡൈവേഴ്സ് എക്സ്പീരിയൻസ് അല്ലേ? എന്തായിരുന്നു ആക്ച്വലി വരുന്നത് അല്ലേ? അല്ലെങ്കിൽ സ്കൂബ ഡൈവേഴ്സ് എന്തായിരുന്നു? എ സിവിയർ കണ്ടീഷൻ. ആ സിവിയർ കണ്ടീഷൻ എന്തായിരുന്നു ആക്ച്വലി അല്ലേ? ഫോർമേഷൻ ഓഫ് നൈട്രജൻ ബബിൾസ് ഇൻ ബ്ലഡ് കാപ്പിലറീസ്. താഴേക്ക് അണ്ടർ വാട്ടറിലേക്ക് പോകുമ്പോൾ ആ സ്കൂബ ഡൈവേഴ്സ് വരുന്നത്. അപ്പൊ ആ പറയുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ തന്നെ. നെക്സ്റ്റ് ഹെൻറീസ് ലോ എന്തായിരുന്നു? P equal to K P naught into chi അല്ലേ? ഹെൻറീസ് ലോ ആണ് P equal to KH into chi. റൗൾട്ട്സ് ലോ വരുമ്പോൾ എന്തായിരിക്കും? P equal to P naught into chi. Then ideal solution. ഫസ്റ്റ് എന്തായിരുന്നു? The solution of a റൗൾട്ട്സ് ലോ. സെക്കൻഡ് എന്തായിരുന്നു? Delta H mix is equal to 0. Delta V mix is equal to 0. Then AB, AA, BB interaction almost equal. അത്രയും പഠിച്ചു കഴിയുമ്പോൾ ആ ചാപ്റ്റർ ഏറ്റവും മെയിൻ ഏരിയ ആയി. Then next അസിയോട്രോപ്സ്. എന്തൊക്കെയായിരുന്നു അസിയോട്രോപ്സ്? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ആൻഡ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ്. എക്സാമ്പിൾ എന്തായിരുന്നു മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സിന്? അത് ഐഡിയലിനാണ് എക്സാമ്പിൾ. എൻഹെക്സേൻ, എൻഹെപ്റ്റെയിൻ, ടോളുവിൻ, പിന്നെന്തായിരുന്നു? പെൻസിൻ ആൻഡ് ടോളുവിൻ അല്ലേ? ക്ലോറോയിഥേൻ ആൻഡ് ടോമോയിഥേൻ. അതൊക്കെ എക്സാമ്പിൾ ഓഫ് ഐഡിയൽ ആണ്. അസിയോട്രോപ്പിന് എക്സാമ്പിൾ ആണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ്. ഐശ്വര്യ പറയുന്നത് കണ്ട. അപ്രോക്സിമേറ്റ്ലി 95% എത്തനോൾ ആൻഡ് വാട്ടർ. അതാണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സിന്റെ എക്സാമ്പിൾ. കേട്ടോ ഓർത്ത് നോക്കാം. ദെൻ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് 32% വാട്ടർ ആണ്, 68% നൈട്രിക് ആസിഡ്. അപ്പൊ HNO3 68% ആൻഡ് 32% വാട്ടർ. ദെൻ അത് കഴിഞ്ഞ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. വാട്ട് യു മീൻ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? ദി പ്രോപ്പർട്ടി the property of a the property depend upon number of solute particle alle, number of solute particle irrespective of size, nature, etc. That is known as colligative property. 4 colligative property edakeyanu: relative lowering of vapor pressure, elevation of boiling point, pinendarunnu depression of freezing point, and osmotic pressure. ഓർത്ത് നോക്കാം. ഓസ്മോട്ടിക് പ്രഷർ ഒന്ന് പറഞ്ഞേ, ഇപ്പൊ തന്നെ പറയിപ്പിക്കും ഞാൻ വീണ്ടും. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. കേട്ടോ ഓർത്ത് നോക്കാം. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. പറഞ്ഞു പറഞ്ഞു ഇക്വേഷൻ പറഞ്ഞു അതിന്റെ P0 മൈനസ് chi2. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതിന്റെ ഇക്വേഷൻ പറഞ്ഞു. എലിവേഷൻ ഓഫ് ഓയിൽ പറഞ്ഞു കിട്ടും, എനിക്ക് അറിയാം. അതുകൊണ്ടാണ് എം ഡെൽറ്റ TF is equal to എം അല്ലേ? ഓർത്ത് നോക്കുക. ദെൻ അടുത്ത് പറയണ്ട. ഐശ്വര്യ റെഡി ആയിട്ട് നിൽക്കുന്നു. ഓസ്മോട്ടിക് പ്രഷർ പൈ ഈക്വൽ ടു CRT ഓർ N2/VRT. ദെൻ അത് കിട്ടണം. അപ്പോൾ ഇത്ര എത്തുമ്പോൾ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കഴിഞ്ഞു. ദെൻ ഈ ചാപ്റ്ററിൽ അടുത്ത ഹെഡിങ് ആണ് അബ്നോർമൽ മോളിക്കുലർ മാസ്. അതിൽ വരുന്നതാണ് വാൻ ഹോഫ് ഫാക്ടർ. I equal to എന്തായിരുന്നു? നോർമൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളിക്കുലർ മാസ്. നോർമൽ മോളിക്കുലർ മാസ് ഡിവൈഡ് ബൈ അബ്നോർമൽ മോളിക്കുലർ മാസ്. ദെൻ നെക്സ്റ്റ് എന്താണ് അടുത്തെന്തായിരുന്നു? അതിൽ തന്നെ അസോസിയേഷൻ ഉണ്ട്, ഡിസോസിയേഷൻ. അതിലേതാ? ഡിസോസിയേഷൻ എന്തായിരുന്നു? I greater than 1 അല്ലേ? എക്സാമ്പിൾ NaCl. I എത്രയായിരുന്നു? NaCl 2 അല്ലേ? I കംപ്ലീറ്റ് ഡിസോസിയേഷൻ വന്ന NaCl2. ദെൻ അസോസിയേഷൻ I less than 1 അല്ലേ? അതിലാണ് ഡയമർ. ഡൈ കണ്ടോ, മെർ ഒന്നായി 1/2
2 ഉണ്ടോ ഓർത്ത് നോക്കാം. ഡൈ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം അല്ലേ, രണ്ടാൾക്കാർ ഒന്നായി, അപ്പോൾ 1/2. അപ്പോൾ ട്രൈമർ എത്രയായിരിക്കും? 1/3 എത്ര കിട്ടും? 0.33. ഇപ്പൊ ടെട്രമർ ഇതിനു മുമ്പ് ബോർഡിൽ ചോദിച്ചാൽ അപ്പൊ എന്തായിരിക്കും ടെട്രമർ? ടെട്രമർ മറന്നു പറഞ്ഞാൽ 4 പേര് ഒന്നായി, അപ്പൊ 1/4. അപ്പൊ എത്രയായിരിക്കും? 0. ഓർത്ത് നോക്കാം. അപ്പോൾ അങ്ങനെയാണ് അത് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈക്വൽ ടു I-1 ഡിവൈഡഡ് ബൈ അല്ലേ n-1. ദെൻ നെക്സ്റ്റ് അസോസിയേഷൻ, അത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഇക്വേഷൻ ആണ്, അത് ഇക്വിലിബ്രിയത്തിൽ നിന്ന് വന്നേക്കുന്നതാണ്. അപ്പോൾ അത് ടെക്സ്റ്റ് ബുക്കുകളിൽ കിടക്കുന്ന എക്സ് വെച്ചിട്ട് വലിയ കോംപ്ലിക്കേറ്റഡ് ആണ്. അതിന് നമ്മൾ ഷോർട്ട് കട്ടിലുള്ള ഇക്വേഷൻ ആണ് അത് എഴുതുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. അപ്പോൾ ശ്രദ്ധിക്കാം, നമ്മളിപ്പോൾ കുറച്ച് സമയം എടുത്തുള്ളൂ, 10 മിനിറ്റ്സ് കൊണ്ട് ഈ ചാപ്റ്റർ ബ്രീഫ് ആയിട്ട് അതിലെ മെയിൻ കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒറ്റ പേജ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒറ്റ പേജ് അൾട്രാ ക്ലിയർ ആയിട്ട് വരണം. നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ ഈ 3 ചാപ്റ്ററിന്റെ എന്താ എടുക്കാൻ പോണേ, ഇതേ കണ്ടോ ഓർത്ത് നോക്കാം. ഇനി വരുന്ന ഇതിൽ നമ്മൾ ചെയ്യുന്ന ഓൺഗോയിങ് ആണ് നമ്മൾ ഇത് വരുന്നത്. ഈ 3 എണ്ണത്തിന്റെ എന്താണ് ഇതിലുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുക എന്നുള്ള ഒരു പ്രോസസ്സിലേക്കാണ് വരുന്നത് കേട്ടോ ഓർത്ത് നോക്കാം. ഇതിലുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുക എന്നുള്ളതാണ്. ഇനി ഈ കുറച്ച് മുമ്പ് ഒരു വീഡിയോ കണ്ടില്ലേ, നമ്മൾ എല്ലാവരും ചെയ്ത് കണ്ടില്ലേ? ഓക്കെ, അതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തേക്കുന്ന ആൾക്കാർ ആരാണ് നിങ്ങൾ കമ്പയർ ചെയ്യണം കേട്ടോ ഓർത്ത് നോക്കാം. അതിനേക്കാളും ബെസ്റ്റായിട്ട് അടുത്തതിൽ നമുക്ക് പറയാൻ പറ്റണം കേട്ടോ ഓർത്ത് നോക്കാം. ഇത് ചെയ്യിപ്പിക്കുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങൾ കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കണം. എപ്പോഴത്തെ നമ്മളൊരു ബ്ലൂ പ്രിന്റ് പോലെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഈ ചാപ്റ്ററിന്റെ ഒരു അൾട്ടിമേറ്റ്. അപ്പോൾ ചാപ്റ്ററിന്റെ എന്താണ് അല്ലെ ബേസിക് ഒരു സ്ട്രക്ചർ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ആ വീഡിയോയിൽ പറയുന്ന പോലെ നിങ്ങൾ ആ ബേസിക് ഒരു ഐഡിയ പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററിൽ ഡീപ്പായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് സ്ട്രെങ്ത്തിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ ഓർത്ത് നോക്കാം. ക്വസ്റ്റ്യൻ്റെ ഏരിയയിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തെ ടോപ്പിക് എന്താ പറഞ്ഞതെന്ന് ഓർമ്മേണ്ടതിലുള്ളത്? മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ. അത് പാസ്റ്റ് ഇയറിൽ ഒരു 10 ഇയറിൽ വന്നേക്കുന്ന ഈ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പെട്ടെന്ന് എടുക്കണം. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ഈ ബുക്ക് എടുക്കുക കേട്ടോ. ഓക്കെ, ഇന്ന് ഈ ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ലാസ്റ്റ് നമുക്ക് നാളെ ഭവൻസുകാർക്ക് എക്സാം ആണ്, ബോർഡ് എക്സാം ആണ്. അപ്പോൾ അതിൻ്റെ അവരുടെ പ്രയോറിറ്റി കൊടുത്ത് പോകും കേട്ടോ ഓർത്ത് നോക്കാം. അപ്പോൾ പേജ് നമ്പർ 6 ആണ് കേട്ടോ ഓർത്ത് നോക്കുക. ഇവിടെ ഉണ്ട് പേജ് നമ്പർ 6. ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻ കേട്ടോ ഓർത്ത് നോക്കാം. എല്ലാവരും പറയണം, കാരണം അത് വേർഡിങ് ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ എവിടെ ഉണ്ടാവും? അടുത്ത പേജിൽ ഉണ്ടാവും കേട്ടോ ഓർത്ത് നോക്കാം. അറിയാലോ, നിങ്ങൾക്ക് ആൻസർ വേഗം പോയി നോക്കിയേ. ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് ഓൺലൈനിൽ ഇരിക്കുന്ന ആണ്ടോ ആൻസർ റെഡി ആണെന്ന് പറഞ്ഞു പഠിച്ച്. മാനസിന് നാളെ എക്സാം ഉള്ളതല്ലേ ബോർഡ്, അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഓർത്ത് നോക്കാം. മറ്റന്നാണോ? ഓ നാളെ ബയോക്കാർക്ക്, നിങ്ങൾക്ക് മറ്റന്നാണ് അല്ലേ? ഓക്കെ, നാളെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോ കേട്ടോ ഓർത്ത് നോക്കാം. പറഞ്ഞുതരാം. മനസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇത് കഴിയുമ്പോൾ പ്രാക്ടിക്കലിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് നാളെ ആയാലും ചോദിച്ചോ. നിങ്ങൾക്ക് മറ്റന്നാന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ മൊളാലിറ്റി ആണ്. മൊളാലിറ്റി ഫസ്റ്റ് ഇറ്റ് ഈസ് ഡിഫൈൻ ആസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് ദി സോൾവെന്റ്. ആൻഡ് ഇക്വേഷൻ അറിയാലോ, മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പറയണം, വേഗം ചോദിക്കും. ദെൻ മൊളാലിറ്റി എന്താ വ്യത്യാസം അല്ലേ? രണ്ടും കൂടി നോക്കിയേ. അവിടെ എന്താ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. രണ്ടിലും മോൾസ് ഓഫ് സൊല്യൂട്ട് സെയിം ആണ്, കമ്പയർ ചെയ്യുക ഓർത്ത് നോക്കുക. ദെൻ മോൾ ഫ്രാക്ഷൻ കേട്ടോ, റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഓർ സോൾവെന്റ് ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ ഡിനോട്ട് ചെയ്തേക്കുന്നതാണ്. എളുപ്പമല്ലേ? കിട്ടും അല്ലേ? ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു മൊളാലിറ്റി ഡെഫിനിഷൻ ആയിട്ട് പറയണം കേട്ടോ. മൊളാലിറ്റി റേഷ്യോ എന്ന് പറയരുത്. റേഷ്യോ എന്തിനു മാത്രം? മോൾ ഫ്രാക്ഷൻ മാത്രം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ബൈ അങ്ങനെ പറഞ്ഞാലും മതി കേട്ടോ. അത്രേ ഉള്ളൂ, ആ വേർഡിൽ പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇവിടെ എഴുതുമ്പോൾ എന്താണ് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ് ആൻഡ് എക്സ്പ്രസ്, അത് വേണ്ട ആവശ്യം കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി, ആ ഇക്വേഷൻ തന്നെ വേർഡിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ജ്യോതിഷേ പറഞ്ഞേ മൊളാലിറ്റി. കേട്ടോ, എന്നിട്ട് അത് ഇക്വേഷനിൽ എഴുതണം കേട്ടോ. ആ പറഞ്ഞ തന്നെ ഇക്വേഷനിലാക്കിയിട്ട് അവർ എഴുതിയേക്കുന്നതാ പ്രസന്റേഷൻ, അതുപോലെ എഴുതണം കേട്ടോ. പ്രസന്റേഷൻ ആയിട്ട് എഴുതാൻ നോക്കുക. ദെൻ മോൾ ഫ്രാക്ഷൻ ഐശ്വര്യ പറഞ്ഞു. മോൾസ് ഓഫ് ദി ഓൾ ദി കമ്പോണന്റ് കേട്ടോ ഓർത്ത് നോക്കുക. അപ്പോൾ കിട്ടണം ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂഷൻ അല്ലെങ്കിൽ ഓൾ ദി കമ്പോണന്റ്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 4th ക്വസ്റ്റൻ ആണ്. കാൽക്കുലേറ്റ് ദ
molarity of 9.8% solution of H2SO4 if the density of the solution is 1.02 gram per ml. Molecular mass of H2SO4 തന്നിട്ടുണ്ട്. അപ്പോൾ മൊളാരിറ്റി ഇക്വേഷൻ എന്ത് എഴുതും അല്ലേ? മൊളാരിറ്റി ഇക്വേഷൻ ആദ്യം എഴുതാം. അത് കഴിഞ്ഞിട്ട് അവർ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം കേട്ടോ. അപ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പോൾ എന്തായിരിക്കും? വോളിയം ഈസ് ഈക്വൽ ടു എന്തോരം? ഇനി ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഒരു ബാക്കിൽ എഴുതിയേക്കുന്ന പോലെ ആവണമെന്നില്ല. റെഡിമെയ്ഡ് ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ഇതിൽ ബുക്ക് ഉണ്ട്, അത് എഴുതണം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എറർ വരാൻ ചാൻസ് ഉണ്ട്. കാൽക്കുലേറ്റ് മൊളാരിറ്റി എന്നാണ് അല്ലെ. മൊളാരിറ്റി ക്യാപിറ്റൽ M ഈക്വൽ ടു നമ്മൾ പഠിപ്പിച്ച ഇക്വേഷൻ എന്തായിരുന്നു? WB അല്ലെങ്കിൽ W2 അല്ലെ ഡിവൈഡ് ബൈ MB. ടെക്സ്റ്റ് ബുക്കിൽ 2 ആണ് കിടക്കുന്നത്. ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി അല്ലേ V ml. പുറത്ത് നോക്കുക. ഇതിൽ WB എന്തായിരുന്നു ഫിലിപ്പോസേ? WB എന്തായിരുന്നു? എത്രയാ തന്നേക്കുന്നത്? വെയിറ്റ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ടോ? കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി 9.8% സൊല്യൂഷൻ ഓഫ് H2SO4 അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നേ. അപ്പോ ഇത് തന്നിട്ടില്ല. അപ്പൊ 9.8 എന്ന് പറഞ്ഞാൽ 9.8 ഗ്രാം സോല്യൂട്ട് ഇങ്ങനെ എഴുതണം കേട്ടോ. സോല്യൂട്ട് പ്രസന്റിനെ എത്രയായിരുന്നു? 100 ഗ്രാം സൊല്യൂഷൻ. 100 ഗ്രാം സൊല്യൂഷൻ ആണ്, വാട്ടർ അല്ല. 100 ഗ്രാം സൊല്യൂഷൻ. അപ്പോ 9.8 കേട്ടോ. 9.8 ഗ്രാം സോല്യൂട്ട് പ്രസന്റിനെ എന്തായിരുന്നു? 100 ഗ്രാം സൊല്യൂഷൻ. അതാണ് ആദ്യം എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ WB എത്രയാണ്? 9.8. WB എത്രയാ? 9.8. Then next MB. MB എത്രയായിരുന്നു? മോളിക്കുലർ മാസ്. അവിടെ തന്നേക്കുന്നത് എന്താ? H2SO4. H2SO4 മോളിക്കുലർ മാസ് തന്നിട്ടുണ്ടല്ലോ. പോളാർ മാസ് എത്രയാ? 98. അപ്പോ MB 98. Then next ഇതായിരുന്നു 1000 by V അല്ലെ. 1000 by V. V ആണ് തരാത്തത്, വോളിയം തന്നിട്ടില്ല അല്ലെ. വോളിയം തന്നിട്ടില്ല. M കിട്ടണമെങ്കിൽ നമുക്ക് വോളിയം വേണം. അങ്ങനെ വോളിയം തരാത്തത് ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ്. ഡെൻസിറ്റി D ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. ഇത് മാസ് ഓഫ് സൊല്യൂഷൻ എന്നാണ്, ഫുൾ ആയിട്ട് എഴുതണം. മാസ് ഓഫ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. സോ V ഈക്വൽ ടു എന്ത് വരും അല്ലെ? മാസ് ബൈ ഡെൻസിറ്റി. അപ്പോൾ V ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ. മാസ് ഓഫ് സൊല്യൂഷൻ എത്രയാണ് തേക്കുന്നത്? 100. കണ്ടോ ഇവിടെ നമ്മൾ പറഞ്ഞു 9.8 ഗ്രാം സോല്യൂട്ട് ഡിസോൾവ് ഇൻ 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ. സോ 100 ഡിവൈഡ് ബൈ ഡെൻസിറ്റി എത്രയാണ് തേക്കുന്നത്? 1.02 ആണ്. 1.02. സോ M ഈക്വൽ ടു എന്തായിരുന്നു? M ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. M ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? കേട്ടോ, നേരെ കൊടുത്താൽ മതി കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ എഴുതാൻ നോക്കാം. നമ്മുടെ ആൻസർ കീയിൽ എഴുതുമ്പോൾ കുറേ കാര്യങ്ങൾ എഴുതണ പോലെ ഉണ്ടാവും കേട്ടോ. WB അല്ലെ. WB 9.8 ഡിവൈഡഡ് ബൈ MB 98. ഇത് കട്ടാവാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് തന്നേക്കുന്നത്. 1000 കണ്ടോ. ഓർത്ത് നോക്കാം. ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ? 1000 ഡിവൈഡ് ബൈ അല്ലെ. ഇതല്ലേ V എന്തായിരുന്നു? 100 ആണ് ആക്ച്വലി. ഇൻറ്റു 1.02. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ഇത് കട്ടാവുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യണ സമയത്ത് 98 ആണ്. ഇത് ഒരു അല്ലേ ഇതെടുത്താൽ മതി വരുന്നത്. 98/98 ഇങ്ങനെ എഴുതിക്കൂടെ അല്ലേ. ഓർത്ത് നോക്കുക. ഇവിടെ 100/100 ഉണ്ടോ. ഓർത്ത് നോക്കുക. ഇതും കട്ടായി പോയി. ദെൻ ഇൻറ്റു 1.02 ഉണ്ടോ. ഓർത്ത് നോക്കുക. അപ്പോൾ ആൻസർ എത്ര വന്നു? 1.02 ഉണ്ടോ. ഓർത്ത് നോക്കുക. 1.02 ആണ് മൊളാരിറ്റി. അതാണോ ബാക്കിൽ വന്നേക്കണമെന്ന് നോക്കിയേ. ക്യാപിറ്റൽ M ഇത് 100. അതുകൊണ്ടാണ് ഈ വേർഡ് എഴുതണം കേട്ടോ. ഇവിടെ ഇത് എഴുതിയില്ലെങ്കിൽ എറർ വരും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 9.8 ഗ്രാം സോല്യൂട്ട് ഡിസോൾഡ് ഇൻ 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ. ശരിക്കും അത് എത്രയാ? സോൾവെന്റ് പ്ലസ് സൊല്യൂട്ടാ. സോൾവെന്റ് എത്രയാ വരുന്നത് ഇതില്? 100 മൈനസ് 9.8 കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ മൊളാലിറ്റി വന്നു കഴിഞ്ഞാൽ എന്ത് വരും? മൊളാലിറ്റിയിൽ നമ്മൾ എഴുതുന്നത് എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അതിൽ സോൾവെന്റാ. ഇതിലെന്താ? സൊല്യൂഷനാ. വ്യത്യാസം മനസ്സിലായി? ഇതിൽ സൊല്യൂഷനാ. അപ്പോൾ നമ്മള് മൊളാലിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ അതാണ് കണ്ടെത്തുന്നത്, സോൾവെന്റ് ആണ് കണ്ടെത്തുന്നത് കേട്ടോ. ഓക്കെ, മൊളാലിറ്റി ആണ് ഇതിൽ ചോദിക്കണമെങ്കിൽ നമ്മൾ 100 മൈനസ് എന്ത് ചെയ്യേണ്ടി വരും? 9.8 ചെയ്യേണ്ടി വരും. കണ്ടോ. ഓർത്ത് വെക്കുക. അപ്പോൾ അങ്ങനെ ഓർത്ത് വെക്കുക, ക്ലിയർ ചെയ്യാം. ചെയ്യേണ്ട മെത്തേഡൊക്കെ ഓർത്ത് വെക്കുക. ദെൻ 5th ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക്.
differentiate between molarity and molality of solution. How can we change molality value of a solution into molarity value? കേട്ടോ ഓർത്ത് നോക്കാം. ഫിഫ്ത്തിൽ അവിടെ ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വേഗം എടുത്ത ടേബിൾ അല്ല ക്ലാരിഫൈ ചെയ്തേ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കേട്ടോ ഓർത്ത് നോക്കാം. എന്നിട്ട് വേഗം ഒന്ന് പഠിച്ച ടേബിൾ അതുപോലെ എനിക്ക് 3 പോയിന്റ് ആയിട്ട് കിട്ടണം കേട്ടോ ഓർത്ത് നോക്കാം. അതിൽ നിങ്ങൾക്കറിയാം ഹൈലൈറ്റ് ചെയ്തേക്കുന്നതാണ് ആദ്യം പഠിക്കേണ്ടത് കേട്ടോ ഓർത്ത് നോക്കാം. ഇപ്പൊ നിങ്ങൾ കാണാതെ പറയേണ്ടത് ആ ഹൈലൈറ്റിംഗ് പോർഷനാണ്. എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോളിഡ് ഡിസോൾഡ് ഇൻ 1 ലിറ്റർ. മറ്റേ എന്തായിരുന്നു വ്യത്യാസം? ഇൻ 1 kg. കണ്ടോ വ്യത്യാസം കണ്ടോ? ബാക്കി രണ്ടും ഒന്നല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അത് അങ്ങനെ ഹൈലൈറ്റർ കൊടുത്തേക്കുന്നത്. അപ്പൊ ആ ഹൈലൈറ്റ് ചെയ്യുന്ന വേർഡ് ഇപ്പൊ തന്നെ ക്ലാരിഫൈ ചെയ്ത് പറയാൻ നോക്കണം. ഓക്കെ, രണ്ടാമത് അതിന്റെ ഡെഫിനിഷൻ ഇക്വേഷൻ ആണ് അല്ലെ. ഇക്വേഷൻ നമ്മളിപ്പോ പഠിച്ചത് എഴുതുന്നു. തേർഡ് കണ്ടോ. അപ്പൊ ചില കുട്ടികൾ വെറുതെ ഒരു വേർഡിൽ എഴുതി വെക്കും, മൊളാരിറ്റി തമ്മിൽ ഡെഫിനിഷൻ എഴുതി വെക്കും, വേറെ ഒന്നും എഴുതൂല. ഇതുപോലെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതണം. ഒരു ടേബിൾ ഒക്കെ വരച്ച് ആദ്യം നമ്മൾ അവർ തമ്മിലുള്ള വേർഡിൽ അല്ലെ, വേർഡിലാണ് ഡെഫിനിഷൻ എഴുതുന്നത് കണ്ടോ. പിന്നെ അത് ഇക്വേഷനിൽ എഴുതി. അത് രണ്ടാമത്തെ പോയിന്റ് ആയി. മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ആക്ച്വലി അതാണ് ഇമ്പോർട്ടന്റ് അല്ലെ. എന്തായിരുന്നു വ്യത്യാസം? ഡിപ്പെൻഡ് ഓൺ ദി ടെമ്പറേച്ചർ ആസ് വോളിയം ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ. ദെൻ എന്തായിരുന്നു? മൊളാലിറ്റി ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. എന്തുകൊണ്ടാണ് കേട്ടോ ഓർത്തു നോക്കുക. ഇവിടെ എന്തായിരുന്നു? വോളിയം ആണ് അല്ലെ. ഇത് കണ്ടോ, ഈ വോളിയം ടെമ്പറേച്ചറും നമ്മൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വോളിയം ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ ഇൻക്രീസസ് വോളിയം ഇൻക്രീസസ് എന്നാണ് വരിക. ടെമ്പറേച്ചർ ഇൻക്രീസസ് വോളിയം ഇൻക്രീസസ്. അങ്ങനെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ വോളിയം ഇൻക്രീസ് ചെയ്യും, വോളിയം ഇൻക്രീസ് ചെയ്താൽ മൊളാരിറ്റി ഡിക്രീസ് ചെയ്യും. ശരിയല്ലേ? ഡിനോമിനേറ്ററിലല്ലേ. ഓക്കെ, അതാണ് അതിന്റെ റേഷ്യോ ആയിട്ട് വരുന്നത്. അപ്പോൾ ടെമ്പറേച്ചറും വോളിയവും എന്താണ് അല്ലെ കണക്റ്റഡ് ആണ്. മറ്റേതില് മാസ് ആണ്, മാസ് ഓഫ് സോൾവെന്റ്, അത് കണക്ട് ചെയ്യാവോ? ഇല്ല. അപ്പോൾ മൊളാരിറ്റി RITY അതെന്താ? ഡിപ്പെൻഡ് അപ്പോൺ ടെമ്പറേച്ചർ. മറ്റേതെന്തായിരുന്നു? ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ മറന്നു പോകരുത്, ക്ലിയർ ആയിട്ട് കിട്ടണം കേട്ടോ ഓർത്ത് നോക്കാം. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത വോളിയം ഓൾസോ ഇൻക്രീസസ് കേട്ടോ ഓർത്ത് നോക്കാം. എന്താന്ന് ഓർമ്മയുണ്ടോ? 11th നമ്മൾ ഹോട്ട് എയർ ബലൂൺ കേട്ടല്ലേ? ഹോട്ട് എയർ കൊടുത്താൽ എന്ത് ചെയ്യും? വോളിയം ഇൻക്രീസ് ചെയ്യും അല്ലേ? അത് പോകും. എന്നിട്ട് അതിന്റെ ഹോട്ട് കുറച്ച് എന്ത് പറ്റും? താഴേക്ക് വരും. അങ്ങനെ ഉണ്ടല്ലേ ഇങ്ങനെ ഒരു ഹോട്ട് എയർ ബലൂൺ വെച്ചിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ മുകളിലോട്ടൊക്കെ പോകണം. അതിന്റെ മെയിൻ പരിപാടി എന്താ? ആ വലിയ അതിന്റെ നടുവിൽ വെച്ചിട്ട് അവർ അല്ലേ ആ ഇത് ഹീറ്റ് കൂട്ടി കഴിയുമ്പോൾ എന്ത് പറ്റും? ഹോട്ട് എയർ കൂടും. അപ്പം എന്ത് പറ്റും? വോളിയം കൂടും. വോളിയം കൂടുമ്പോൾ അതിന്റെ ഏരിയ ഇൻക്രീസ് ചെയ്യും. അപ്പം എന്ത് ചെയ്യും? മുകളിലോട്ട് ഫ്ലോട്ട് ചെയ്ത് പോകും. എനിക്ക് താഴത്തോട്ട് ഇറങ്ങണമെങ്കിൽ അവരെന്ത് ചെയ്യും? അത് കുറയ്ക്കും അല്ലേ? ഓക്കെ, അതാണ് കേട്ടോ ഓർത്തൊക്കെ. സെയിം പ്രോസസ്സ് തന്നെയാണ് ആക്ച്വലി വരുന്നത്. ഇപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസസ് വോളിയം ഇൻക്രീസസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഓർത്ത് നോക്കുക കേട്ടോ. ഓക്കെ, എന്തൊക്കെ ലോ ആണ്? ബോയ്ൽസ് ലോ, ചാൾസ് ലോ, എന്തായിരുന്നു? അവഗാഡ്രോസ് ലോ. അതില് ചാൾസ് ലോ ആണ് കേട്ടോ. ഇതിന്റെ പേരെന്താ? ചാൾസ് ലോ. ബോയ്ൽസ് ലോ പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ഇതെന്തായിരുന്നു? ചാൾസ് ലോ. വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇതിൽ നിന്നാണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടെത്തുന്നത്. എത്രയായിരുന്നു? -273.15. അത് കണ്ടെത്തുന്നത് ഈ ചാൾസ് ലോ ആണ്. ഈ ഒരു ഇക്വേഷൻ വെച്ച് ഒരു ടേബിൾ ഉണ്ടാക്കും. അത് സംഭവം ഇത്രയേ ഉള്ളൂ. ടെമ്പറേച്ചർ കുറച്ചാൽ വോളിയം കുറയും അല്ലേ? അങ്ങനെയാണെങ്കിൽ മൈനസ് ആകുമ്പോൾ എന്ത് ചെയ്യും? ലിക്വിഡ് നൈട്രജൻ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നൈട്രജൻ എങ്ങനെ ഗ്യാസ് ആണ്. ടെമ്പറേച്ചർ കുറച്ചൊരു മൈനസ് ഒക്കെ എത്തിക്കഴിയുമ്പോൾ എന്ത് പറ്റും? അത് ലിക്വിഡ് ആവും. ലിക്വിഡ് നൈട്രജൻ കണ്ടല്ലേ നമ്മൾ അല്ലേ റെസ്റ്റോറൻറ്റുകളിലായിട്ട്. ഇപ്പം ഞാൻ കണ്ടേക്കണ ചൈനീസ് റീലുകളിലൊക്കെ അല്ലേ ആ റെസ്റ്റോറൻറ്റ് ഇതിൽ വെച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പുകയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. അത് ഇതാണ് അല്ലേ ലിക്വിഡ് നൈട്രജൻ അടിച്ച് കഴിയുമ്പോൾ അത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വരും. വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ആ സംഭവം തന്നെയാണ് ആക്ച്വലി വരുന്നത്. അപ്പോൾ വീണ്ടും ടെമ്പറേച്ചർ കുറച്ച് എന്ത് പറ്റും? സോളിഡ് ആവും. വീണ്ടും ടെമ്പറേച്ചർ വന്നാൽ സോളിഡിൽ തന്നെ ഹാർഡ്നെസ് കൂടും അല്ലേ? ഹാർഡ്നെസ് കൂടും. വീണ്ടും ടെമ്പറേച്ചർ കുറച്ചാൽ എന്ത് പറ്റും? അങ്ങനെ ഹൈപ്പോത്തറ്റിക്കൽ ഓർ ഇമാജിനറി ടെമ്പറേച്ചർ അറ്റ് വിച്ച് വോളിയം 0 അതാണ് -273.15 ഹൈപ്പോത്തറ്റിക്കലി മാക്സിൽ. അങ്ങനെ അപ്പോൾ -273 നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. -273 ക്രിയേറ്റ് ചെയ്താൽ ഏത് ലോ തെറ്റും? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഒന്നിനെ നശിപ്പിക്കാനും പറ്റില്ല അല്ലേ. എനർജി അല്ലെങ്കിൽ എനർജി പോയിട്ട് അല്ലേ മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അപ്പോൾ വോളിയം 0 എന്ന് പറഞ്ഞാൽ അതെന്തായി? ഇല്ലാതായി എന്നല്ലേ അർത്ഥം. പറ്റുമോ? ഇല്ല. അപ്പം അത് വെച്ചിട്ടാണ് ഈ ചാൾസ് ലോ കണ്ടെത്തിയിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ലോവസ്റ്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ 0 കെൽവിൻ എത്രയാ? 0 കെൽവിൻ -273.15 ആവുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ നിന്നാണ് കെൽവിൻ സ്കെയിൽ ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടല്ലേ? കെൽവിൻ സ്കെയിൽ അല്ലേ. ഓക്കെ, അപ്പോൾ അത് വെച്ച് വരുന്നതാണ്. ആ കൺസെപ്റ്റ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക, ക്ലിയർ ചെയ്യാം. ഓക്കെ, ദെൻ ഈ 3 പോയിന്റ് ഒക്കെ പഠിച്ചല്ലോ. ജസ്റ്റ് ട്രൈ ചെയ്തോ. 3 പോയിന്റ് പറഞ്ഞാൽ മതി ആ ഷെയ്ഡ് ചെയ്തേക്കുന്നതിൽ. മൊളാരിറ്റി നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും കീ വെച്ച് പഠിക്കണം കേട്ടോ. അല്ലാതെ അതിൽ എഴുതിയേക്കുന്ന പോലെ
മൊത്തം അങ്ങനെ വായിച്ച് 5-6 മണിക്കൂർ എടുത്ത് അങ്ങനെയല്ല. ഇങ്ങനെ നമുക്ക് ഒരു ദിവസം കുറെ സ്ട്രെങ്ത് ഓഫ് ക്വസ്റ്റിനാണ് വേണ്ടത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് വേഗം നമുക്ക് നോക്കി പോകണം. എല്ലാ ടോപ്പിക്കിനും കുറച്ച് ഓർത്ത് നോക്കാം. അപ്പോൾ ഇപ്പൊ ബുക്കുള്ള ആൾക്കാർ ഇത് ടിക്ക് ചെയ്തില്ലെങ്കിൽ ടിക്ക് ചെയ്ത് പോകണം കേട്ടോ, ഓർത്ത് നോക്കാം. നിങ്ങളുടെ സ്വന്തം ബുക്കാണെങ്കിൽ, ഇവിടെ തന്നെ ബുക്കാണെങ്കിൽ ടിക്ക് ചെയ്ത് കേട്ടോ. ഓക്കെ, ബാക്കി ആൾക്കാരൊക്കെ ഒന്ന് ടിക്ക് ചെയ്യണം. ഞാനിത് വായിച്ചതാണ്, ഞാൻ കണ്ടതാണ് എന്നുള്ള രീതിയിൽ. ഇപ്പൊ വീട്ടിൽ പോയിട്ട് ഒരു പ്രാവശ്യം വായിച്ചാണെങ്കിൽ വീണ്ടും അതിന് മുകളിൽ ഒരു ടിക്കും കൂടി കൊടുത്തേക്കണം. മനസ്സിലായി? നിങ്ങൾ എപ്പൊക്കെ ഫേസ് ചെയ്യുന്ന അപ്പോഴേക്ക് ടിക്ക് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും. ഞാനിത് 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ പഠിച്ചതാണ് എന്നൊരു കോൺഫിഡൻസ് വരാൻ വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഒന്നും കൂടി ടിക്ക് ചെയ്ത് ഇപ്പൊ കണ്ടതല്ലേ, ടിക്ക് ചെയ്ത് ധൈര്യമായിട്ട് കേട്ടോ. ഓക്കെ, എക്സാമിന് ഇരിക്കുമ്പോൾ ഒരു 5 ടിക്കൊക്കെയാണ്, ഞാൻ പഠിച്ചതാണ്, കാണുമ്പോൾ തന്നെ ചാപ്റ്റർ അങ്ങനെ തോന്നണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ടിക്ക് ചെയ്ത് വെക്കുക, ക്ലിയർ ആവാം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, അത് കുറച്ച് കഴിയുമ്പോൾ ചോദിക്കാം അല്ലേ, അവരെ ചോദിച്ചാൽ. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, അത് മാത്രം പറയാം. ഓക്കെ, കുഴപ്പമില്ല. Then 8th question നോക്കിയേ, differentiate between molarity and molality of solution. Explain how molarity value of a solution convert into molality. ഓർത്ത് നോക്കാം. അപ്പോൾ സെയിം ക്വസ്റ്റൻ തന്നെയാണ്, 2011 ചോദിച്ച ക്വസ്റ്റൻ ആണ് അല്ലേ. 2011 സെയിം തന്നെ പാറ്റേൺ ആണ്. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി വരുന്നത്. ആ കൺവേർഷൻ പോർഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ ആക്ച്വലി. ആ ഇക്വേഷൻ നോക്കിയേ 8. ആ ഇക്വേഷൻ m ഈക്വൽ ടു എന്താ വന്നേക്കുന്നത്, 1000 into m ഡിവൈഡ് ബൈ 1000 into d മൈനസ് m into mb കേട്ടോ, ഓർത്ത് നോക്കുക. ആ ഇക്വേഷൻ ഒന്ന് ഓർഡറിൽ ഓർത്ത് നോക്കുക. ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ്? സ്മോൾ എം എന്ന് പറഞ്ഞാൽ എന്താ, മൊളാലിറ്റി. ക്യാപിറ്റൽ എം എന്താ, മൊളാരിറ്റി കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ ഡെൻസിറ്റി അവിടെ അപ്ലൈ ചെയ്യും കേട്ടോ, ഓർത്ത് നോക്കുക. അതുകൊണ്ടാണ് ആ വേരിയേഷൻ വരുന്നത്. അപ്പോൾ അതൊരു റെഡിമെയ്ഡ് ഇക്വേഷൻ ആണ് ആക്ച്വലി, ഡിറൈവ് ചെയ്ത് വേണമെങ്കിലും പഠിക്കാം കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പോൾ മൊളാരിറ്റിയും തമ്മിലുള്ള ലിങ്ക് ആണ് ആക്ച്വലി വന്നേക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതല്ല, ഡിറൈവ് ചെയ്ത് കാണുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണത് കേട്ടോ, ഓർത്ത് നോക്കുക. നെക്സ്റ്റ് 9th 10 ക്വസ്റ്റൻ നമുക്ക് ഈ ടോപ്പിക്ക് നോക്കണം. 9th ക്വസ്റ്റൻ ഒന്ന് വായിച്ച്, 9th ഫ്ലിപ്പേഴ്സ് വായിച്ചു, ഓർക്കണം വായിക്കും കേട്ടോ. ശരി, അങ്ങനെ ചെയ്യണം, ഒന്ന് പറഞ്ഞു നോക്കാം. നേരത്തെ എഴുതിയ ഇതും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഇവിടെ ഡെൻസിറ്റി ഉണ്ട്, പക്ഷെ മൊളാലിറ്റി ആൻഡ് മൊളാരിറ്റി ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇതിൽ ശ്രദ്ധിക്കുക, ആദ്യത്തെ വേർഡും ശ്രദ്ധിച്ചേ അല്ലേ. എ സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ വാട്ടർ ലേബിൾഡ് ആസ് എ 10% മാസ് ആണ്. 10% മാസ് അങ്ങനെ പറഞ്ഞാൽ എന്തെഴുതും? അതിന്റെ പേര് ഞാൻ മറന്നുപോയി, അനീത് അല്ലേ. ഓക്കെ, അനീതും പറഞ്ഞു. അതിൽ എന്തെഴുതാം ആ ക്വസ്റ്റ്യൻ വായിച്ച് ചെയ്യുമ്പോൾ? 10% ലേബൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു ബോട്ടിൽ എടുത്തേക്കണം, അതിൽ 10% ഒരു സബ്സ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അതിന്റെ മീനിങ് എന്തായിരിക്കും എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. 10% എന്തുണ്ട്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ജ്യൂസ്, അതിൽ 10% സിട്രിക് ആസിഡ് ഉണ്ട്, അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ മീനിങ്? സൊല്യൂട്ട് എത്രയുണ്ട്? 10 gram. ടോട്ടൽ എത്രയുണ്ടാവും? 100 gram. പെർസെൻറ്റേജ് ഇല്ലേ, പെർസെൻറ്റേജിൽ എന്തിനാ പറയാ, 100-ലാണ്. അപ്പൊ ആ മീനിങ് ഓർത്ത് നോക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഴുതിയേ കേട്ടോ, ഓർത്ത് നോക്കുക. എന്തായാലും എഴുതണം കേട്ടോ. ഓക്കെ, എഴുതിയേ, നിങ്ങളുടെ കൈ ഓടണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ ബാക്കിൽ ആൻസർ ഉണ്ട്, എല്ലാം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ കേട്ടോ, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതിലേക്കൊന്ന് വരണം, കറക്റ്റ് ആയിട്ടൊന്ന് പോകണം. ആദ്യം എന്ത് എഴുതണം? 10 gram സോല്യൂട്ട് കേട്ടോ, ഓർത്ത് നോക്കുക. 10 gram സോല്യൂട്ട് ഇൻ എത്രയായിരുന്നു? ടോട്ടൽ എത്രയുണ്ട്? 100 gram സൊല്യൂഷൻ. ഇങ്ങനെയാണ് ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത്. ഇനി ഒന്നും കൂടി പറയാം, ഇതിൽ സോല്യൂട്ട് എത്രയുണ്ട്? WB എന്നാണ് അതിനെ പറയാ. എത്രയുണ്ട്? കണ്ടോ, നമ്മൾ നേരത്തെ എഴുതിയ പോലെ കണ്ടോ, WB എത്രയുണ്ടാവും? 10 gram. ഇനി WA, ഇതിലെന്താ WA പറയാൻ കാരണം? സോൾവെന്റ് ആണ്. WA എന്ന് പറഞ്ഞാൽ എന്താ? സോൾവെന്റ്. സോൾവെന്റ് WA നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർ എഴുതാം, സോൾവെന്റ് എന്ന് എഴുതാം. സോൾവെന്റ് എത്രയുണ്ട്? WA അത് 90 gram. എന്തുകൊണ്ടാണ് 90 gram ആവുന്നത്? 100 മൈനസ് അല്ലെ, ഓർത്ത് നോക്കാം. ഇനി നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ് ആക്ച്വലി വരുന്ന സമയത്ത്. ഓക്കെ, ഇതിൽ ഡെൻസിറ്റി അവർ തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ 1.2 gram എന്ന് പറയുന്നുണ്ട്.
ഇരട്ടി. മൊളാരിറ്റി ക്യാപിറ്റൽ എം, ദേ ഇവിടെ എഴുതിയേക്കുന്ന അതേ കഥ അല്ലേ? ഓക്കെ, ദേ ഇവിടെ എഴുതിയേക്കുന്നത് ഉണ്ടോ? ഓർത്ത് നോക്കാം. എന്താ ഇക്വേഷൻ? WB/MB ഇൻറ്റു 1000/V അല്ലേ? ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ എഴുതി WB/MB. അപ്പൊ WB കിട്ടി 10 ഗ്രാം. MB എത്രയാണ്? മൊളാരിറ്റിയുടെ ഇക്വേഷൻ എഴുതും കേട്ടോ, നിങ്ങൾ എഴുതണം ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിൽ ആവശ്യമുള്ള ആൾക്കാരാണ് MB തന്നിട്ടുണ്ടോ? ഫിലിപ്പോസ് എന്തായിരുന്നു MB തന്നിട്ടില്ലേ? MB നോക്കിയേ. 180 ഗ്രാം ഗ്ലൂക്കോസ് ആണല്ലേ. ഗ്ലൂക്കോസ് 180 ഗ്രാം തന്നിട്ടുണ്ട്. 180 ഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ MB കിട്ടി. ഇനി ബിയും കൂടി കിട്ടിയാൽ പോരെ? വോളിയം. അത് ശരിയാ, വോളിയം എന്തായിരുന്നു ഇതിൽ? എങ്ങനെയാ കിട്ടാം? മാസ് എത്രയാ? മാസ് ഓഫ് സൊല്യൂഷൻ ആണ് കേട്ടോ. അപ്പൊ എത്രയായിരിക്കും അത്? ശരിയാ, അത് മോളിക്കുലർ മാസ് അല്ലേ? നമുക്ക് വോളിയം കണ്ടെത്താൻ മാസ് ബൈ ഡെൻസിറ്റി ആണ്. മാസ് ഓഫ് സൊല്യൂഷൻ ഒന്ന് വായിച്ച്. 100 ഗ്രാം സൊല്യൂഷൻ. മാസ് ഓഫ് സൊല്യൂഷൻ എത്രയാണ്? 100 ഗ്രാം കേട്ടോ. ഓർത്തോ, 100 ഗ്രാം പെർസെൻറ്റേജ് തന്നു കഴിഞ്ഞാൽ അതിന്റെ കണ്ടോ 100 ഗ്രാം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിൽ അതിന് വേണ്ടിയിട്ട് എഴുതിയേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം, 100 ഗ്രാം സൊല്യൂഷൻ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ വോളിയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മാസ് എന്ന് പറയുമ്പോൾ ഓഫ് സൊല്യൂഷൻ ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. മാസ് ഓഫ് സൊല്യൂഷൻ ബൈ ഡെൻസിറ്റി എത്രയായിരുന്നു? 1.02 തന്നെയാണോ? 1.2 ആണ് അല്ലേ? 1.2. അപ്പോൾ ഇത് എഴുതുമ്പോൾ വോളിയം ആയി. ഇനി നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്തായിരുന്നു അല്ലേ? M equal to WB weight of അല്ലേ 10 divided by 180 into എന്തായിരുന്നു അല്ലേ 1000 divided by V എന്ന് പറഞ്ഞ ഇതാണ് ആക്ച്വലി 100 into 1.2. ഇതിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കുക. ഇത് കട്ടാക്കാനൊക്കെ എളുപ്പമാണ് ആക്ച്വലി. വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കട്ടായി പോകും. ഇവിടെ 10 ഉണ്ട്, 100 ഉണ്ട്. അപ്പോൾ 100 into 1.2 എന്ന് പറയുമ്പോൾ അല്ലേ ഇവിടുന്ന് ഇത് 112 ആകും. അപ്പോൾ ഇവിടെ ഒന്നുകൂടി ഷോർട്ടാക്കി എഴുതിയ 120 ഡിവൈഡഡ് ബൈ 180. അത് ചെയ്ത് കഴിഞ്ഞാൽ മൊളാരിറ്റി കിട്ടും. ഇനി മൊളാലിറ്റി സ്മോൾ m എന്താ വ്യത്യാസം? WB ഡിവൈഡ് ബൈ MB ഇൻറ്റു 1000/WA ഗ്രാമിലാണ്. ഈ ചെയ്യുന്ന പോലെ 10/180 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 90. ഇത്രേ ഉള്ളൂ പരിപാടി. മെത്തേഡ് കറക്റ്റ് ആക്കുക, ക്ലിയർ ആക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ എഴുതി ചെയ്യുന്നത് തന്നെയാണ് എളുപ്പം, ഈസി ആയിട്ട് വരും. സ്റ്റേറ്റ്മെന്റുകൾ എഴുതാൻ നോക്കുക. പെർസെൻറ്റേജ് കണ്ട ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതണം. അതുകൊണ്ടാണ് ഇതിൽ ബോക്സ് വെക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ ഈ ഇംപ്ലിമെന്റേഷനൊന്നും വലിയ കഥയൊന്നുമില്ല, നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഈ സാധനം കിട്ടില്ല. ഇവിടെ തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം തെറ്റും, ഒറ്റ മാർക്കും കിട്ടില്ല. നിങ്ങൾ അപ്പോൾ പലപ്പോഴും കരുതുന്നത് ഈ ഇക്വേഷനൊക്കെ റൈറ്റ് ആയല്ലോ എന്ന്. പക്ഷേ ഇവിടെ നിന്ന് ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ആവും. അപ്പോൾ ഈ പെർസെൻറ്റേജ് തന്നാൽ ഇത് കറക്റ്റ് ആയിട്ട് എഴുതണം. ഇതെന്ന് പറഞ്ഞാൽ 100 ഗ്രാം മാസ് ഓഫ് സൊല്യൂഷൻ ആയിട്ട് കൊടുക്കുന്നതാണ് ആക്ച്വലി. അപ്പോൾ ഇവിടെ മാത്രമാണ് അത് വരിക കേട്ടോ. മാസ് ഓഫ് സൊല്യൂഷൻ ഈ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടോ, മാസ് ഓഫ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ആണ് ആക്ച്വലി വരിക കേട്ടോ. ഓക്കെ, അത് ഓർത്ത് നോക്കാം, മോളിക്കുലർ മാസ് ആയിട്ട് മാറിപ്പോകരുത്. നെക്സ്റ്റ് അടുത്തതാണ് 10th ക്വസ്റ്റ്യൻ. സോലുബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ് 10th ക്വസ്റ്റ്യൻ. ജ്യോതിഷോറക്കനമായി 10th ക്വസ്റ്റ്യൻ ഏതാ? മൊളാരിറ്റിയുടെ യൂണിറ്റ് എന്താ? മോൾ പെർ കിലോഗ്രാം kg. മൊളാരിറ്റി മോൾ പെർ ലിറ്റർ കേട്ടോ. ഓർത്ത് നോക്കാം. MOL⁻⁻1 MOL kg⁻⁻1 അതാണ് മൊളാലിറ്റി കേട്ടോ. ഇത് കിട്ടുമ്പോൾ ഇങ്ങനെ എഴുതണം കേട്ടോ, മോൾ kg⁻⁻1 കേട്ടോ. ഇതാണ് ഇതിന്റെ യൂണിറ്റ്. മറ്റേ യൂണിറ്റ് എന്താ വരിക? മോൾ L⁻⁻. ജ്യോതിഷോറക്കനെ 10th ക്വസ്റ്റ്യൻ വായിച്ചേ. Why aquatic animal are more comfortable in cold water than in warm water? എന്തായിരിക്കും ചോദിച്ചത്? ആൻസർ നോക്കാതെ അങ്ങ് പറഞ്ഞു.
അല്ല. ഐശ്വര്യ എന്തായിരിക്കും? ശരി, എന്താണ്? ടെമ്പറേച്ചർ ഇൻക്രീസസ് സോലിബിലിറ്റി ഓഫ് ഗ്യാസ്. റൈറ്റ് ആണോ പറഞ്ഞത്? ഏത് ലോ ആണെന്നും കൂടി കണക്ട് ചെയ്ത് പറയാം. ഹെൻറീസ് ലോ. അപ്പോൾ ഈ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഇൻ ദ ബേസിസ് ഓഫ് ഹെൻറീസ് ലോ എന്തായിരിക്കും? ഇൻ ദ ബേസിസ് ഓഫ് ഹെൻറീസ് ലോ ടെമ്പറേച്ചർ ഡിക്രീസസ്. ടെമ്പറേച്ചർ കോൾഡ് വാട്ടർ അല്ലേ, അപ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസസ് സോലിബിലിറ്റി ഇൻക്രീസസ്. സോ അക്വാട്ടിക് ലൈഫ് കംഫർട്ടബിൾ ഫോർ കോൾഡ് ക്ലൈമറ്റ്. കേട്ടോ, ഓർത്തോ. ഇനി തിരിച്ചു പറഞ്ഞാലും കുഴപ്പമില്ല, മുൻ പറഞ്ഞ പോലെ പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ എന്ത് പറയണം? ഇൻ ദ ബേസിസ് ഓഫ് ഹെൻറീസ് ലോ. ഇതാണ് ആദ്യത്തെ പോയിന്റ് എഴുതേണ്ടത്. രണ്ടാമത്, ഇവർ ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ ഹെൻറീസ് ലോ എഴുതിയിരിക്കണം, അതിന്റെ ഇക്വേഷൻ എഴുതിയിരിക്കണം. ഹെൻറീസ് ലോ എന്തായിരുന്നു? solubility of gas in liquid is directly proportional to pressure. കേട്ടോ, ഓർത്ത് നോക്കാം. അല്ലെങ്കിൽ എന്താണ്? പാർഷ്യൽ പ്രഷർ. ഇൻഡിവിജ്വൽ പ്രഷറിനെയാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് രണ്ടും എഴുതി വെക്കണം. ഈ ക്വസ്റ്റൻ ആൻസർ നിങ്ങൾക്കറിയാം എന്നാണെങ്കിൽ ടെമ്പറേച്ചർ. പക്ഷേ ഇൻ ദ ബേസിസ് ഓഫ് ഹെൻറീസ് ലോ എന്തായിരുന്നു? ടെമ്പറേച്ചർ ഡിക്രീസസ് സോലിബിലിറ്റി ഇൻക്രീസസ്. കേട്ടോ, ഓർത്ത് നോക്കാം. സോലിബിലിറ്റി ഇൻക്രീസസ്. സോ അക്വാട്ടിക് ലൈഫ് കംഫർട്ടബിൾ ഇൻ കോൾഡ് ക്ലൈമറ്റ്. അങ്ങനെ എഴുതി വെക്കാം. ദെൻ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് എഴുതേണ്ടത് അല്ലേ? ഹെൻറീസ് ലോ എന്താണെന്ന് കൂടി എഴുതാം, ഇക്വേഷൻ എഴുതി വെക്കാം. ഒരു മാർക്ക് ആകുമ്പോൾ ഇംപ്രസ്ഡ് ആയിട്ട് പോകണം. കേട്ടോ, ഓർത്ത് നോക്കും. ഇതിന്റെ ബാക്കിൽ നോക്കുമ്പോൾ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ എപ്പോഴും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എവിടെ ചാൻസ് കിട്ടുന്ന അവിടെയൊക്കെ ഒരു എക്സ്ട്രാ പോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ആദ്യത്തെ പോയിന്റ് എംഫസൈസ് ചെയ്തല്ല. കേട്ടോ, ഓക്കെ. അപ്പൊ ഈ രീതിയിൽ പോയാൽ ഓക്കെ. നെക്സ്റ്റ് അടുത്ത 11th ക്വസ്റ്റ്യൻ. വായിച്ചോ ഫിലിപ്പോസ്, പറഞ്ഞാൽ വായിച്ചോ. Gas A is more soluble in water than gas B at the same temperature. Which one of the two gases will have the higher value of pH and is constant at volume? എന്തായിരുന്നു? The solubility of a gas inversely proportional to Henry's law constant. അതാണ് ഓർത്ത് നോക്കാൻ. കേട്ടോ, ഓർത്ത് നോക്കാൻ പറഞ്ഞേ. Solubility inversely proportional to Henry's law constant. അപ്പോൾ KH increase ചെയ്താൽ solubility decreases. കേട്ടോ, ഓർത്ത് നോക്കാം. KH വാല്യൂ കൂടുമ്പോൾ പ്രഷർ കൂടുന്നതാണ് ആക്ച്വലി വരുന്നത്. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ സോലിബിലിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്. ഇതാണ് ആദ്യം ഓർത്ത് വെക്കേണ്ടത്. കേട്ടോ, എന്നിട്ട് അത് കമ്പയർ ചെയ്യാം. അപ്പോൾ സോലിബിലിറ്റിയും ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് എന്നാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. കേട്ടോ, ഓക്കെ. അപ്പോൾ കറക്റ്റായിട്ട് ഓർഡറിൽ പോവും. ക്ലിയർ ചെയ്ത് വരാം. കേട്ടോ, ഓക്കെ. P equal to KH into കൈ എന്നാണ് ആക്ച്വലി വരിക അല്ലേ? P equal to KH into കൈ എന്നാണ് ആക്ച്വലി. കൈ എപ്പോഴും എന്തിലാണ് കിടക്കുന്നത്? പോയിന്റിലാണ് കിടക്കുന്നത്. കൈ എന്തിലാണ് കിടക്കുന്നത്? പോയിന്റ് അല്ലേ? നമുക്കറിയാലോ കൈ ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എത്ര വരുള്ളൂ? 1. സോല്യൂട്ട് പ്ലസ് സോൾവെന്റ് എത്രയാണ് മോൾ ഫ്രാക്ഷൻ? 1 വരുന്നത്. അപ്പോൾ മെയിൻ ആയിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? KH ആയിട്ടാണ്. അപ്പോൾ KH 3 ആണെന്ന് കരുതാം. മോൾ ഫ്രാക്ഷൻ പോയിന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ KH ആയിരിക്കും അവിടെ മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്? ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ KHന്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ പിയുടെ വാല്യൂ കൂടും അല്ലേ? പിയുടെ വാല്യൂ കൂടും. പിയുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ മീനിങ് എന്താ? ഹൈ പ്രഷറിലെ അത് സോലുബിൾ ആവുള്ളൂ. ഐഡിയ മനസ്സിലായി? ഹൈ പ്രഷറിലെ സോലുബിൾ ആവുള്ളൂ. ഇനി മോൾ ഫ്രാക്ഷൻ കൂടിയാലും സോലുബിലിറ്റി കുറയും. കേട്ടോ, ഓർത്ത് നോക്കാം. പിയുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? സോലുബിലിറ്റി കുറയും. കേട്ടോ, ഓർത്ത് നോക്കാം. പി ഈക്വൽ ടു KH into കൈ ആണ്. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ പിയുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ എന്താ? ഹൈ പ്രഷറിൽ അത് സോലുബിൾ ആകുള്ളൂ എന്നാണ് അതിന്റെ മീനിങ്. നമുക്ക് വേണ്ടത് ലോ പ്രഷർ ആണ് അല്ലേ? ഓർത്ത് നോക്കാം. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. കേട്ടോ, ഓക്കെ. അങ്ങനെ ഓർത്ത് വയ്ക്കണം. കേട്ടോ. Then 12th question, explain the following. Henry's law about dissolution of a gas in a liquid. അല്ലേ? Henry's law ഡയറക്റ്റ് ആയിട്ടുള്ളതാണ് ആക്ച്വലി വരുന്നത്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി. കേട്ടോ, ഓർത്ത് നോക്കാം. എന്തായിരുന്നു അല്ലേ? സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? മോൾ ഫ്രാക്ഷൻ. രണ്ടും റൈറ്റ് ആണ് ആക്ച്വലി. അത് ഓർത്ത് നോക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട് ക്ലിയർ ആയിട്ട്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. സ്റ്റേറ്റ് ദ ഫോളോയിങ്. ഹെൻറീസ് ലോ അബൌട്ട് ദ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ എ മിക്സ്ചർ. കേട്ടോ, ഓർത്ത് നോക്കാം. സെയിം ഇത് തന്നെയാണ് ആക്ച്വലി, വേറെ വ്യത്യാസമൊന്നുമില്ല. ഹെൻറീസ് ലോ പറയാം. ഗ്യാസിന്റെ മിക്സർ എന്നാണ് ചോദിച്ചിട്ടുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ എഴുതിയേക്കുന്നതിൽ മിക്സറിൽ വരുമ്പോൾ റഫർ 12 തന്നെയാണ്, വേറെ വ്യത്യാസമില്ല. കേട്ടോ, ഓക്കെ. അപ്പോൾ അത് തന്നെ എഴുതി വെച്ചാൽ മതി. ചോദ്യം ഒന്ന് മാറ്റി പിടിച്ചു മാത്രമേ ഉള്ളൂ. ദെൻ 15 വരെ ആദ്യത്തെ നമുക്കൊന്ന് നോക്കാം, എന്നിട്ട് ഇതിലേക്ക് വരാം. കേട്ടോ, ഓർത്ത് നോക്കാം. സ്റ്റേറ്റ് ഹെൻറീസ് ലോ. വൈ ഈസ് എ എയർ
diluted with helium in the tank used by a scuba divers. ഓർത്തോക്കെ 14 വരുന്ന സമയത്ത് to minimize the painful effect of a decompression sickness in a deep sea divers, oxygen diluted with a less soluble helium gas is used as a breathing gas. ഓർത്തോക്ക അങ്ങനെ എഴുതി വെക്കുക. ഒപ്പം ആ ഹെൻറിസ്ലോയുടെ കൺസെപ്റ്റും ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഓർത്തോക്ക എന്താണ് സ്കൂബ ഡൈവേഴ്സിലേക്ക് വരുന്നത്? അണ്ടർ വാട്ടറിലേക്ക് പോകുമ്പോൾ അല്ലെ നമ്മൾ എയർ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെ അവര് എന്തുവരും ഈ അണ്ടർ വാട്ടറിലേക്ക് പോകുന്ന സമയത്ത് എന്തുവരും പ്രഷർ കൂടും. പ്രഷർ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ പ്രഷർ കൂടുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ഇട്ട് കൊടുക്കും? ഹീലിയം. ഹീലിയം ഓൾറെഡി എന്താണ് ആക്ച്വലി വരുന്ന സമയത്ത് പ്രഷർ കുറഞ്ഞതാണ് ആക്ച്വലി വരുന്ന സമയത്ത് കണ്ടോ ഓർത്ത് നോക്കാം. അപ്പോൾ ആ ഹീലിയം ഇടുന്ന സമയത്ത് ടോട്ടൽ പ്രഷർ ആ താഴത്തെ പ്രഷർ തമ്മിൽ എന്ത് ചെയ്യും? ഈക്വലൈസ് ചെയ്ത് വരും കേട്ടോ ഓർത്ത് നോക്കാം. അങ്ങനെ ഈക്വലൈസ് എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് പോകുമ്പോൾ അതിൽ ഇപ്പോൾ ഓൾറെഡി എന്തായാലും ഒരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷറും ഇത് തമ്മിൽ എന്ത് ചെയ്യും? ഈക്വലൈസ് ചെയ്യും കേട്ടോ ഓർത്ത് നോക്കാം. അങ്ങനെ വന്ന സമയത്ത് ഇത് മിനിമൈസ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകും കേട്ടോ ഓർത്ത് നോക്കാം. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ച് ക്ലിയർ ചെയ്ത് പോകും കേട്ടോ. ഓക്കെ. അപ്പോൾ ഹീലിയം മിക്സ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡാഷ് അവോയ്ഡ് ചെയ്യാനാണ്. അത് അങ്ങനെ പറയാം. എന്താ അവോയ്ഡ് ചെയ്യാനോ? ബെൻഡ് കേട്ടോ ഓർത്ത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ അവോയ്ഡിങ് ഓഫ് ബെൻഡ് ആണ് ആക്ച്വലി. അപ്പോൾ ബെൻഡ് എന്താണെന്നും കൂടി എഴുതി വെക്കുക അല്ലേ ഓർത്ത് വെക്കാം. താഴേക്ക് അണ്ടർ വാട്ടറിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? പ്രഷർ ഇൻക്രീസ് ചെയ്യും അല്ലേ. ആ പ്രഷറിനെ ഇൻക്രീസ് ചെയ്യുന്നത് എന്താണ് ആക്ച്വലി അല്ലെ? മിനിമൈസ് ചെയ്യുക കേട്ടോ ഓർത്ത് നോക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹീലിയം ആഡ് ചെയ്യുന്നത് കേട്ടോ ഓർത്ത് നോക്കാം. അപ്പോൾ അങ്ങനെ ക്ലിയർ ചെയ്യാം. എത്ര ക്വസ്റ്റൻ ആയി? 14 അല്ലേ. 15 കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. 15th ക്വസ്റ്റൻ ഒരു സ്പെഷ്യൽ ക്വസ്റ്റൻ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ ബുക്കുള്ള ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. 15 എന്ന് പറയുന്നത് ഒന്ന് കറക്റ്റായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഓർത്ത് നോക്കാം. 2020 ചോദിച്ച ക്വസ്റ്റൻ ആണ്. അതിനേക്കാൾ അറിയാം. അതിന്റെ ഇക്വേഷൻ പഠിക്കുമ്പോൾ ഒരു ശ്രദ്ധിച്ച് എടുക്കേണ്ട കാര്യമാണ്. സ്റ്റേറ്റ് ഹെൻറീസ് ലോ അറിയാം. കാൽക്കുലേറ്റ് സോലിബിലിറ്റി ഓഫ് CO2 ഇൻ വാട്ടർ 298 ആണ്. KH അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ആ വാല്യൂ തന്നിട്ടുണ്ട്. അല്ല ആൻസർ കീയിലേക്ക് പോയി വേഗം. സോലിബിലിറ്റി ഓഫ് CO2 ഈക്വൽ ടു P/KH. P/KH കണ്ടോ ഓർത്ത് നോക്കാം. അപ്പോൾ ഈ സോലിബിലിറ്റി ഓഫ് CO2 അവിടെ കൊടുത്തേക്കുന്നത് എന്തായിരിക്കും? ആക്ച്വലി മോൾ ഫ്രാക്ഷൻ അല്ലെ. മോൾ ഫ്രാക്ഷൻ എന്തായിരിക്കും? P ഈക്വൽ ടു എന്തായിരുന്നു? KH ഇൻറ്റു കൈ കണ്ടോ ഓർത്ത് നോക്കാം. P ഈക്വൽ ടു KH ഇൻറ്റു കൈ ആണ്. അപ്പോൾ സോലിബിലിറ്റി ഓഫ് CO2 തന്നിട്ടുണ്ട്. P/KH കൊടുത്താൽ മതി. ഡയറക്റ്റ് അല്ലേ, കുഴപ്പമില്ല കേട്ടോ ഓർത്ത് നോക്കാം. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഫസ്റ്റ് 15 നോക്കി. ഞാൻ ഈ 15 മോഡൽ ആക്കിയത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ഇതുപോലെ പെട്ടെന്ന് ചെയ്യണം ആക്ച്വലി വരുന്ന സമയത്ത്. അപ്പോൾ ഒരു ചാപ്റ്ററിൽ ആദ്യത്തെ 15 നോക്കി. ഇനി എന്ത് ചെയ്യുക? ഈ ടോപ്പിക്ക് തന്നെ സ്റ്റിക്ക് ചെയ്യേണ്ട അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കേട്ടോ ഓർത്ത്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. നേരെ പോയി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയില 10 ക്വസ്റ്റൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അബ്നോർമൽ മോളിക്കുലർ മാസ് എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ വരുന്നത്. അതും ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക? പെട്ടെന്ന്. ഇത് ആദ്യത്തെ ഒരു 50% ഏരിയയിൽ കിടക്കുന്നതാണ് ആക്ച്വലി വരുന്നത്. ഇനി എന്താ നമുക്ക് മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്. നിങ്ങൾ നോക്കി അറിയാം. ആ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിന്ന് ഏകദേശം ഒരു 10 ക്വസ്റ്റൻസ് ഇതുപോലെ പെട്ടെന്ന് ഒന്ന് ടിക്ക് ചെയ്യാം. അപ്പോൾ എത്രയാവും? 15 + 10 അല്ലെ 25 ക്വസ്റ്റൻ ആവും. അങ്ങനെ നമുക്ക് കറക്റ്റ് ഒരു പ്ലാൻ ഉണ്ടാവണം ആക്ച്വലി വരുന്ന സമയത്ത് കേട്ടോ. ഓക്കെ. ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ ഉണ്ട് അതിൻ്റെ ഇടയിൽ. അത് പെട്ടെന്ന് വായിച്ചാൽ കിട്ടും. ഓർത്ത് നോക്കുക. പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ ഐഡിയൽ ആൻഡ് നോൺ ഐഡിയലിൽ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഏരിയ ആണ് ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഒരു ഏരിയ ആണ് ആക്ച്വലി. അപ്പോൾ ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ ഓൺവേർഡ്സ് അടുത്ത ക്വസ്റ്റൻസുകൾ ചെയ്യാം. അത് കഴിഞ്ഞ അടുത്ത പേജിൽ അപ്പോൾ തന്നെ കണ്ടോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വരുന്നതുണ്ടോ. ഓക്കെ. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ക്വസ്റ്റൻ ആണ് പിന്നെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിൽ 2 മാർക്ക് ക്വസ്റ്റൻസ് മുതലെങ്കിലും കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്ത് നോക്കുക. അസർഷൻ റീസൺ ഒക്കെ പെട്ടെന്ന് വായിച്ചറിയാം. നമുക്ക് 2020 വന്നേക്കുന്ന ആ ഒരു ടൈപ്പാണ് ആക്ച്വലി വരുന്നത്. ഈ 2020 മുതൽ 24 വരെയുള്ളത് നമ്മുടെ മറ്റു ബുക്കിലുണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക. ഏതാണ് ഫാസ്റ്റ് ട്രാക്ക് നിങ്ങൾക്ക് തന്നേക്കുന്നത് അല്ലേ. ഓർത്ത് നോക്കുക. അതിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പക്ഷേ ഇത് ഈ ബേസിൽ പഠിച്ചു തുടങ്ങാം കേട്ടോ. ഓർത്ത് ഈ ബേസിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ക്വസ്റ്റൻസുകളെല്ലാം ഈ ഒരു ബേസിലായിരിക്കും വരുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. അതിൽ ക്വസ്റ്റൻസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. കോമ്പറ്റേറ്റീവ് ക്വസ്റ്റൻസ് വേറെ തരും. അപ്പോൾ ഇതൊരു ബേസ് ആയിട്ട് നിൽക്കേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ അത് അവിടെ നിന്നിട്ട് തുടങ്ങണം. ഇനി നമുക്ക് നിങ്ങളുടെ ഭവൻസ് എക്സാമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് വരാം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ് ഓൺവേർഡ്സ് ഇത് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എത്ര ടിക്ക് ചെയ്യും? അതർ ദാൻ എക്സാം ഇല്ലാത്ത ആൾക്കാരൊക്കെ കൂടുതൽ ചെയ്ത് തന്നെ കേട്ടോ. അതിന് ചെക്ക് ചെയ്ത് തുടങ്ങും കേട്ടോ. ഓക്കെ. അപ്പോൾ ടിക്ക് ചെയ്ത് ക്വസ്റ്റൻസ് ചെയ്യുന്ന റാൻഡായിട്ട് നിങ്ങളോട് ചോദിക്കും കേട്ടോ. റാൻഡായിട്ട് ചോദിക്കും. അപ്പോൾ എത്ര ക്വസ്റ്റൻ ആക്കും ഐശ്വര്യ മനെ? എത്ര ക്വസ്റ്റൻ? 25 കണ്ടോ. ഇത് കഴിഞ്ഞ് 15 + 25 അപ്പോൾ എത്രയും 40. വെരി ഗുഡ് കണ്ടോ. 40 ക്വസ്റ്റൻ. അപ്പോൾ എക്സ്ട്രാ 25 ക്വസ്റ്റൻസ് അയാൾ ചെയ്യാമെന്ന് പറഞ്ഞു. എത്ര എണ്ണം ചെയ്യും? 70 കണ്ടോ. 70 ടോട്ടൽ 70 ചെയ്യാമെന്ന് പറഞ്ഞു. വെരി ഗുഡ് കേട്ടോ. 70 ഒക്കെ ഭയങ്കര കൂടുതലാണ്. 70 എന്നല്ലേ പറഞ്ഞു? 7 എഴുതിയുള്ളൂ. ഓക്കെ. എക്സ്ട്രാ 7. എക്സാം കഴിഞ്ഞല്ലേ എക്സാം? പിന്നെന്താ ഒന്നുമില്ല കേട്ടോ. ഓർത്ത് നോക്കാം. 70 ക്വസ്റ്റൻസ് ചെയ്തില്ലെങ്കിൽ കിട്ടിയുള്ളൂ കേട്ടോ. ഓർത്ത് 7 അതുമായിട്ട് റിലേറ്റഡ് ആണ്.
15 പോയില്ലേ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി വേണ്ട, 70 വേണ്ട, 50 ക്വസ്റ്റ്യൻ കേട്ടോ. 50 ആക്കാം, 40 ശരി എന്തായാലും ചെയ്യണം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ഈ ചാപ്റ്റർ ഉണ്ടാകും കേട്ടോ, അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ബാലൻസ് ചെയ്ത് പോകണം. ഓക്കെ. നിങ്ങൾ നേരത്തെ കണ്ടന്റ് പറയിപ്പിച്ചതുപോലെ നിങ്ങൾ ഒരു ചാപ്റ്ററിൻ്റെ മെയിനായിട്ട് ഇൻഡിവിജ്വലി നിങ്ങൾ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ചാപ്റ്ററിനെയും 50 ക്വസ്റ്റ്യൻസ് കമ്പൽസറി ആയിട്ട് നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിരിക്കും കേട്ടോ, ഓർത്തോക്കെ. 50 ക്വസ്റ്റ്യൻസ്, ദെൻ 50 ക്വസ്റ്റ്യൻസ് ഇൻഡിവിജ്വലായിട്ട് ക്ലിയർ ചെയ്ത് പോകും. എനിക്ക് ടൈം കിട്ടുന്നത് ഇത്രയേ ഉള്ളൂ, February 1 മുതൽ February 10 വരെയുള്ള 10 ദിവസം കൊണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. 10 ദിവസത്തിൽ ഇപ്പോൾ ഇയാൾക്ക് ഇപ്പോൾ ചിലപ്പോൾ സ്കൂളിൽ പോകേണ്ടി വരും, അത് വരും. സ്കൂളിൽ പോകണ്ടാത്ത ആൾക്കാരൊക്കെ നമ്മൾ ഇതുപോലെ ഒരു 3 ദിവസം 4 ദിവസമൊക്കെ ഇവിടെ രാവിലെയൊക്കെ ആയിട്ട് ഇരുത്തി ക്ലിയർ ചെയ്ത് 50 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ ഇവിടെ എത്തി പഠിപ്പിക്കുക എന്നുള്ളതല്ല, ഒരു കുറച്ചൊക്കെ തന്നു. ഇപ്പോൾ ഒരു ഇതുണ്ട് 15 ക്വസ്റ്റ്യൻസ് തന്നു അല്ലേ, ബാക്കി അങ്ങനെ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ 50 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം പഠിച്ചു നോക്കണം. ഈ 50 ക്വസ്റ്റ്യനിൽ എങ്ങനെ വന്നാലും 30 ക്വസ്റ്റ്യൻസ് വലിയ ക്വസ്റ്റ്യൻസ് പ്ലസ് 20 ക്വസ്റ്റ്യൻസ്. ഈ 20ൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഒരു 10 എന്തായാലും ഉണ്ടായിരിക്കണം വരുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ ഇല്ലേ, അസർഷൻ റീസൺ ഒക്കെ വരുന്നത് നമ്മുടെ ഏത് മറ്റേ ബുക്കിലുണ്ട് അല്ലേ, അതിൽ നിന്ന് അസർഷൻ റീസൺ മൾട്ടിപ്പിൾ ചോയ്സ് മിനിമം 20 ഇത് 30 അപ്പോൾ ഓർത്ത് നോക്കാം. ഇതാണ് ഏറ്റവും മിനിമം ലെവൽ എന്ന് പറയുന്നത്. ഇനി ഫിലിപ്പോസ് പറഞ്ഞാണ് എനിക്ക് ആഗ്രഹമുള്ള ലെവൽ 50 ക്വസ്റ്റ്യൻ സോളിഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഇതിലുള്ള 50 ക്വസ്റ്റ്യൻസ്. അങ്ങനെ ചെയ്താൽ ഗ്യാരണ്ടി 95+. വേറെ ഒന്നും നോക്കണ്ട. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ബുക്കിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് പഠിക്കും. എക്സ്ട്രാ മൾട്ടിപ്പിൾ ചോയ്സ് മിനിമം 20 70. ഈ റൂളൊന്ന് ഫോളോ ചെയ്താൽ മതി, വെറുതെ ഒന്നും വേണ്ട. എല്ലാ ചാപ്റ്ററിൽ നിന്നും ഇതെനിക്ക് അൾട്രാ ക്ലിയർ ആയിട്ട് കിട്ടും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ എന്താ ചെയ്യണമെന്ന് അറിയോ, ബ്രെയിൻ പിന്നെ ഈ 50 ക്വസ്റ്റ്യനിലെ എക്സ്ട്രാ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ 50 എണ്ണത്തിൽ നിങ്ങൾ പഠിക്കാത്ത ടൈപ്പാണെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തിടും. ആ ക്വസ്റ്റ്യൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്യും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ 50 പഠിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് എക്സ്ട്രാ നിങ്ങൾക്ക് അറിയാത്ത അല്ലേ ഒരു സംഭവം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് നിൽക്കും കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. അത് നമ്മൾ ബ്രെയിൻ എന്ത് ചെയ്യും, മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ നിൽക്കും കേട്ടോ, ഓർത്ത് നോക്കാം. ഞാൻ ഈ ക്രിക്കറ്റ് കളി ഇവിടെ ഗ്രൗണ്ടിലല്ലേ ആദ്യമായിട്ട് ക്രിക്കറ്റൊക്കെ വരുന്ന സമയത്ത് മാച്ചിന് ആദ്യമായിട്ട് പോകുന്നുണ്ട്. അത്രയും ആൾക്കാർ വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിൽ ഗാലറി നിൽക്കുന്നത് ഒരു മനുഷ്യനെ എല്ലാവരും നോക്കി. എന്തുകൊണ്ടായിരിക്കും? അയാളുടെ തലയിൽ അന്നത്തെ കാലത്ത് അധികമില്ല, അയാളുടെ തലയിൽ മറ്റേ ഈ കിങ് ഫിഷറിൻ്റെ ഇതില്ലേ, കിങ് ഫിഷർ എന്ന് പറഞ്ഞാൽ മറ്റേ ബേർഡില്ലേ, അതിൻ്റെ പോലെയാണ് അയാൾ മുടി ഉണ്ടായിരുന്നത്. ഒരു മനുഷ്യനാണ് ആക്ച്വലി, അതിൻ്റെ പോലെ മുടി ഫുൾ ഓറഞ്ച് കളറിലുള്ള തിളങ്ങുന്ന ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് അയാൾ വന്നത്. അപ്പോൾ അത്രയും ആൾക്കാരുടെ ഇടയിൽ അത് എന്തുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാൻ കാരണം, എൻ്റെ ബ്രെയിൻ അറിയാം നോർമൽ അല്ലേ, എത്രയോ കോമ്പിനേഷൻ ഉണ്ട്, ഈ ഒരു കോമ്പിനേഷൻ ആ കോമ്പിനേഷനൊക്കെ കണ്ടുപിടുത്താണ്. ഇതൊന്നും കാണാത്തൊരു കോമ്പിനേഷൻ ആകുമ്പോൾ അല്ലേ നമ്മുടെ ബ്രെയിൻ അതിലേക്ക് ശ്രദ്ധിക്കും. അതുപോലെയാണ് നിങ്ങൾ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ട് ഒരു എക്സ്ട്രാ അടിപൊളി ക്വസ്റ്റ്യൻ അതിലേക്ക് ആഡപ്പ് ചെയ്താൽ ഞാൻ ബ്രെയിൻ അത് ചെയ്യാം. ഇനി ഇന്നേ വരെ മനുഷ്യന്മാരെ കാണാത്തൊരു ജീവിയാണ് പുറത്തുനിന്ന് വന്നേക്കണത്. ഇയാളെ കണ്ടാലും തിരിച്ചറിയില്ല. കാരണം എന്താ, ചോസിങ് അറിയില്ല. അതുപോലെ ടഫ് ക്വസ്റ്റ്യൻ കൊണ്ടാലും എളുപ്പമുള്ള കണ്ടാലും ഒന്നും പഠിക്കാത്ത ഒരാൾക്ക് എന്ത് ചെയ്യും, എല്ലാം ഒരേപോലെ കൊള്ളാം, ഇത് ടഫാണല്ലേ, കൊള്ളാം, ഇത് ടഫ്, ശരി, ഇത് എളുപ്പമുള്ളതാണ്, എളുപ്പമാണ്, എനിക്ക് കിട്ടില്ല, അപ്പോൾ പിന്നെ എല്ലാം ടഫായി. ആ രീതിയിൽ ബ്രെയിൻ ആക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് കൂട്ടുക. ഫസ്റ്റ് ലെവലിൽ ഇതെങ്കിലും എത്തണം കേട്ടോ. 50 ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിൻ്റെയും അൾട്രാ ക്ലിയർ ആയിട്ട് എന്താണോ ട്രസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ബുക്ക് ഞാൻ തന്നു, അത് ഇഷ്ടം തന്നു, എനിക്കത് ഇഷ്ടമായില്ല, വേണ്ട, വേറൊരു ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്, അത് വെച്ച് പഠിച്ചു, ഞാനത് വെച്ച് മാറിക്കോളാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെ ആയിക്കോട്ടെ ക്വസ്റ്റിൻ്റെ ചാപ്റ്ററിൻ്റെ ടോപ്പിക് ഈക്വലൻ്റ് ആയിട്ട് നിങ്ങൾക്കത് കിട്ടിയിരിക്കണം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഇവരുടെ പ്രാക്ടിക്കലിലേക്ക് വരാം. ഇല്ലാല്ലേ, ഫിനോളിൻ്റെ ടെസ്റ്റ് ഇല്ലേ, കൺഫർമേറ്ററി ടെസ്റ്റ്, അതിൻ്റെ പിക്ചർ ഒന്ന് കറക്റ്റായിട്ട് ഇപ്പോൾ കാണാതെ വരക്കണം കേട്ടോ. ഓക്കെ, നിങ്ങളെല്ലാവരും വരക്കണം കേട്ടോ, അതർ ദാൻ ഇവർ രണ്ടുപേരും കേട്ടോ, ഓർത്തോക്കെ അവർക്ക് ഇത് ചെയ്തുള്ളതാണ്. ഫിനോളിൻ്റെ ടെസ്റ്റ് എന്തായിരുന്നു എന്ന് പറഞ്ഞേ, ഇല്ലല്ലേ, താലിക് അൺഹൈഡ്രേറ്റും എന്താ ചെയ്യുന്നത്, ഫിനോളും അല്ലേ. ഓക്കെ, അപ്പോൾ താലിക് അൺഹൈഡ്രേറ്റ് എക്സാം കഴിച്ചിട്ടുള്ളല്ലോ, വരപ്പിക്കും കാണാതെ കേട്ടോ, ഇത് ഞാൻ മാറ്റി കളയും. ഓക്കെ,
താലിക് അൺഹൈഡ്രേറ്റ് നോക്കിയേ, നല്ല ഭംഗിയുള്ള ഒരു മോളിക്കൂളാണ് താലിക് അൺഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഒരു ബെൻസീൻ റിംഗ് കേട്ടോ ഓർത്തോക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെയാണ് കൊടുക്കുന്നത്, ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്നത് കേട്ടോ ഓർത്തോക. സി ഡബിൾ ബോണ്ടോ, സി ഡബിൾ ബോണ്ടോ ഇങ്ങനെ കോമൺ കേട്ടോ ഓർത്തോക. താലിക് അൺഹൈഡ്രേറ്റ് കേട്ടോ. ഓക്കെ, എക്സാം കഴിയാത്ത ആൾക്കാർ എല്ലാവരും എഴുതണം, ഇവർ രണ്ടുപേരും ഒഴിച്ച് കേട്ടോ. ഓക്കെ, ദെൻ ഇതിലേക്ക് ഫിനോൾ ആഡ് ചെയ്യും അല്ലെ. ഫിനോൾ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ബെൻസീൻ്റെ ഇങ്ങനെ മുകളിൽ ഓയിച്ച് വരുന്നതാണ് ഫിനോൾ കേട്ടോ ഓർത്തോക. പക്ഷെ ഞാനത് തല കുത്തി ആണ് എഴുതുന്നത്, വരക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ ഇങ്ങനെ. ഓക്കെ, ഇത് രണ്ട് ഫിനോൾ ഗ്രൂപ്പ് വരും. നിങ്ങൾക്ക് കൺഫർമേറ്ററിയിൽ ഇക്വേഷൻ ആയിട്ട് എഴുതേണ്ടതാണ്, അപ്പോൾ എല്ലാവരും എഴുതാം കേട്ടോ ഓർത്തോക. ഈ എല്ലാ ജംഗ്ഷനിലും എച്ച് ഉണ്ട്, പക്ഷേ ഈ ജംഗ്ഷനിൽ എച്ച് ഞാൻ സെപ്പറേറ്റഡ് ആയിട്ട് എഴുതാം, ഇങ്ങനെ എഴുതും കേട്ടോ ഓർത്തോക. അപ്പോൾ ഇതിൻ്റെ കൺഫർമേറ്ററി, ബുദ്ധിമുട്ടുള്ള കൺഫർമേറ്ററി ഇക്വേഷൻസുകൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം, അത്രേ ഉള്ളൂ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വരണം. ഇനി എന്ത് ചെയ്യും, ഇവിടെ നിന്ന് H2O പോകും, H2O പോകും. അങ്ങനെ H2O പോയി കഴിഞ്ഞാൽ അല്ലേ, 2Hഉം ബ്രോയും പോകും, H2O കേട്ടോ. അതൊക്കെ പഠിച്ചിട്ട് കാണാതെ എഴുതിയാൽ മതി. H2O പോവും. അങ്ങനെ H2O പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എങ്ങനെ എഴുതും, അതുപോലെ തന്നെ അല്ലേ. ഇതാണ് താലിക് അൺഹൈഡ്രേറ്റ്. ഇത് അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. ഇതിലേക്ക് ഒരു ഫിനോളിക് റിംഗ് വരും. അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും, അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും ബിലാലെ, ഇത് കഴിഞ്ഞാൽ എന്ത് വരും നോക്കിയേ, അതിലേക്ക് എന്നെ വെച്ചിടും അല്ലേ. അപ്പൊ എന്ത് വരും, ഈ എച്ച് മാറിയിട്ട് ON വരും. ഗീവ്സ് കൊടുത്തിട്ട് എന്നെ വെച്ച് കൊടുക്കുക. അപ്പൊ ഈ എച്ച് മാറിയിട്ട് എന്ത് വരും, ON. ഇത് അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ക്ലിയർ ആയിട്ട് വരുന്നതാണ്. ഇത് ഏകദേശം മനസ്സിലായല്ലോ. കാണാതെ എഴുതണം കേട്ടോ, കാണാതെ മനസ്സിലാക്കിയിട്ട് കാണാതെ എഴുതണം, ബോർഡിൽ നോക്കരുത്. ജ്യോതിഷേ എഴുതണം കേട്ടോ. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ നിന്ന് ഒരു ഗീവ്സ് കൊടുക്കും, എന്നിട്ട് NaOH കേട്ടോ, സോഡിയം ഹൈഡ്രോക്സൈഡ്. അങ്ങനെ കൊടുക്കുമ്പോൾ എന്തൊക്കെ മാറും, ഇത് അതുപോലെ തന്നെ ഇരിക്കും. ഈ എച്ച് മാറിയിട്ട് അവിടെ Na, അപ്പോൾ ON കേട്ടോ, ON വരും. അത് നിങ്ങൾ വരക്കണം, ഞാൻ വരക്കില്ല കേട്ടോ. ഇതിലെ കളർ എന്തായിരുന്നു, ഈ കോമ്പൗണ്ട് കളർ ലാസ്റ്റ് വരുന്നത് എന്തായിരുന്നു കളറ് രശ്മി? ഇന്ത്യൻ സ്പീക്ക് കേട്ടോ. ഓക്കെ, കിട്ടണം. ഏതാ? സെയിം കളറാ, അങ്ങനെ ഓർത്ത് വെക്കാം. വരച്ചു വയ്ക്കാം, വരച്ചു വയ്ക്കാം. കിട്ടുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഇനി ഇതുപോലെ വരുന്നത് ബീറ്റാനാഫ്തോൾ നിൽക്കില്ലല്ലോ, വെക്കൂലല്ലോ മീനിൽ. അപ്പൊ അതില്ല, ബീറ്റാനാഫ്തോൾ വേണ്ട. ബീറ്റാനാഫ്തോൾ ചോദിച്ചാൽ പടം വരക്കാൻ ചോദിക്കുള്ളൂ. ബീറ്റാനാഫ്തോൾ എന്താണെന്ന് അറിയാലോ. പ്രിപ്പയർ ചെയ്യുന്നത് അത് വേറെ ഒരെണ്ണത്തിലല്ലേ. ബീറ്റാനാഫ്തോൾ പ്രശ്നം ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. രണ്ടൊരു പെൻസിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അവിടെ ഒരു വോയിസും വരുന്നതാണ് ഈ പേജിൽ. രണ്ട് പെൻസിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ വോയിസ് ഉണ്ടോ, അപ്പോൾ ഇവിടെ ഇത് കണ്ടോ, ഇതിൽ ഇവിടെ ആണോ? എങ്ങനെയൊന്നും എഴുതിപ്പിക്കണം, മിസ് പറഞ്ഞ് പേടിപ്പിക്കണം. എക്സ്റ്റേണൽ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഒന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് എഴുതിപ്പിച്ചോ മറ്റേ മിസ് പ്രാക്ടിക്കല് വൈവ ചോദിച്ചത്? ഇല്ലല്ലോ. ഐശ്വര്യക്ക് എഴുതിപ്പിച്ചോ? വൈവ ചോദിക്കുകയല്ലേ ചെയ്തേ? എനിക്ക് ക്വസ്റ്റ്യൻ എഴുതാൻ പറഞ്ഞു. അത് കൺഫർമേറ്റഡ് അല്ലേ എഴുതിപ്പിച്ചേ? വേറെ വോളിമെട്രിക് എഴുതി, പ്രിൻസിപ്പിളിൻ്റെ ഇക്വേഷൻ.
വരച്ചോ, കുഴപ്പമില്ല. മെത്തേഡ് മനസ്സിലാവും കേട്ടോ. അവൻ എഴുതി എല്ലാ ഇക്വേഷനും എഴുതണം അല്ലേ? ആറി ആ ആ 45 എത്തുള്ളൂ അല്ലേ? ആ വന്നു, ആ നോക്കിയിട്ട് വന്നാൽ മതി, കുഴപ്പമില്ല കേട്ടോ. ഓർത്തോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, വരാം കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ഐഡിയ വലിച്ചു കേട്ടോ. ഏതാ ആദ്യം തരാം, അടുത്ത ഇതിൽ വരും കേട്ടോ. 3 ചാപ്റ്റർ കൂടിയല്ലേ ഉള്ളൂ പിന്നെ അല്ലേ? ഓക്കെ അല്ലേ? പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വലിയ ഇക്വേഷൻസുകൾ വേറെ ഡൗട്ട് ഉണ്ടോ? DNP അറിയാവുന്നതല്ലേ? DNP കുഴപ്പമില്ല. അത് വരക്കുന്നുണ്ടല്ലോ, മറ്റേ കാർബോണിയലിന്റെ പ്രൊസസ്ഡ് കൺഫർമേറ്ററിയില്ലേ, അത് വരച്ചോളൂല്ലോ, കുഴപ്പമില്ല. ഒരു ഗ്ലൂക്കോസിന്റെ എഴുതി വെച്ചേക്കണേ, ഗ്ലൂക്കോസിന്റെ വെച്ചെഴുതും. ഗ്ലൂക്കോസ് ആണ് ടെക്സ്റ്റ് ബുക്ക്. കാരണം മറ്റേ ഇതിലെ അവന്മാര് ഇത് ചോദിക്കുമ്പോ ഗ്ലൂക്കോസ് വെച്ചേക്കാം. അപ്പോൾ CHOH 4 ടൈംസ് CH2OH കാർബോണിയലില്ല, ഇങ്ങനെ എഴുതിയാൽ മതിയോ? ഓക്കെ. ആ നിങ്ങൾക്ക് 6 വെച്ചിട്ടാണ് കൊടുത്തത്, അപ്പോൾ കുഴപ്പമില്ല. ആ മറ്റേതിലാണ് കിടക്കുന്നത്, അതറിയാവുന്നതല്ലേ, കുഴപ്പമില്ല. H2O പോയിട്ട് ബാക്കി എന്തായാലും C ഡബിൾ ബോണ്ട് NH അതുപോലെ തന്നെ വരും കേട്ടോ. എല്ലാ കൺഫർമേറ്ററിയും കൂടി ഒരു പേജിൽ വെച്ചിട്ട് എക്സാം വരുന്ന സമയത്ത് ഒന്ന് നോക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. പിന്നെ പ്രിൻസിപ്പിൾ ഈ നേരത്തെ ഐശ്വര്യ എന്തായാലും പറഞ്ഞു തന്നാൽ എല്ലാത്തിൻ്റെയും പ്രിൻസിപ്പിളും ക്ലിയർ ചെയ്ത് ഓർത്ത് നോക്കാം കേട്ടോ. ഓക്കെ, വോളിമെട്രിക്കിന്റെ പ്രിൻസിപ്പിൾ പറഞ്ഞേ ലക്ഷ്മി. വോളിമെട്രിക്ക് ഓക്സാലിക് ആസിഡിന്റെയും ഇതിന്റെയും ഓക്സാലിക് ആസിഡും KMnO4 അതിന്റെ ഇക്വേഷൻ, പ്രിൻസിപ്പൽ ഇക്വേഷൻ ഐശ്വര്യക്ക് അതാണ് ഇതിൽ ചോദിച്ചത്, വൈബ് ചോദിച്ചത്. വൈബ് ചോദിച്ചില്ലെങ്കിൽ എന്തായാലും അത് എഴുതണം അല്ലേ? അത് ഇല്ല, അപ്പൊ എന്തായിരിക്കും പ്രിൻസിപ്പൾ? അത് ഇക്വേഷനാണ്, റിഡോക്സ് ആണ്. ആക്ച്വലി നമ്മൾ പഠിച്ചേക്കുന്ന ഈ രണ്ടും എന്തായിരുന്നു? റിഡോക്സ് ആണ്. റിഡോക്സ് എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഇവിടെ ഓർത്തോക്കാം. അപ്പോൾ നമുക്ക് KMnO4 മോർസോൾട്ടോ ആയാലും KMnO4 ഓക്സാലിക് ആസിഡ് ആയാലും റിഡോക്സ് ആണ് ആക്ച്വലി പറയുന്നത്. ഇവിടെ ഓർത്തോക്കാം, റിഡോക്സിലാണ് ഇത് വരുന്നത് മുഴുവനും. അപ്പോൾ റിഡോക്സിന്റെ വെച്ചിട്ടാണ് അതിൽ വരുന്നത്, അതിൽ നിന്നാണ് ഇക്വാലന്റ് വെയിറ്റ് വരുന്നത്. അതാണ് നമുക്ക് 2/5ഉം 1/5ഉം. അപ്പോൾ തന്നെ നമ്മൾ അതിന്റെ എന്ത് പറയണം? ഇക്വേഷൻ പറയണം. ഇക്വേഷനിൽ ഓർമ്മയുണ്ടോ? MnO4 മൈനസ് ഗീവ്സ് Mn2+. ഇങ്ങനെ വെച്ചിട്ട് പഠിപ്പിക്കാൻ അന്ന് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞത് എന്നല്ലേ? Mn2+. ഇനി എത്ര ഓക്സിജൻ ഉണ്ട്? അപ്പൊ എത്ര വരും? 4H2. then എത്ര ഹൈഡ്രജൻ ഉണ്ട്? 8H+. ഇവിടെ എത്ര ഇലക്ട്രോൺ വരും എന്ന് ഓർമ്മയുണ്ടോ? 5 ഇലക്ട്രോൺ. ഇത്ര എത്തുമ്പോൾ എൻ്റെ തീർന്നു. ഇനി നമുക്ക് ഓക്സിഡേറ്റ് അയോൺ ആണെങ്കിൽ എങ്ങനെ എഴുതും? C2O4 2 മൈനസ് ഗീസ് എത്ര വരും? CO2. ബാലൻസ് ചെയ്യുമ്പോൾ എത്ര ഇലക്ട്രോൺ അവിടെ കൊടുക്കണം? ഇവിടെയാണ്, അവിടെയാണ്? 2 ഇലക്ട്രോൺ. കേട്ടോ, ഓർത്ത് നോക്കാം. പ്രിൻസിപ്പിൾ ഇത് തന്നെയാണ് ആക്ച്വലി. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഏതാ ഓക്സിഡേഷൻ, ഏതാ റിഡക്ഷൻ? ഇത് +7 2+ ആവും റിഡക്ഷൻ. സോ ഇറ്റ് ആക്ട് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ്. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ നമ്മളെപ്പോഴും പറയാ ഇയാളെ ഓക്സിഡൈസിങ് ഏജന്റ് എന്നാണ് പറയാ. അപ്പോൾ ഇറ്റ് അണ്ടർഗോ, അപ്പോൾ KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റ് അണ്ടർഗോ റിഡക്ഷൻ ആൻഡ് ഇറ്റ് ആക്ട് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ്. അതാണ് ഏറ്റവും ബെസ്റ്റ്. ആൻഡ് ദെൻ എന്തായിരുന്നു ആക്ച്വലി? ഓക്സിഡേറ്റ് അയോൺ അണ്ടർഗോ ഓക്സിഡേഷൻ. സോ ഇറ്റ് ആക്ട് ആസ് ആൻ റെഡ്യൂസിങ് ഏജന്റ്. കേട്ടോ, ഓർത്ത് നോക്കാം. സോ ദിസ് ഇസ് റിഡോക്സ് ടൈട്രേഷൻ. കേട്ടോ, ഓർത്ത് നോക്കാം. അതാണ് ബേസിക് വേർഡിലായിട്ട് നമ്മൾ ഇത് സ്റ്റേറ്റ്മെന്റ് ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പ്രിൻസിപ്പിളിന്റെ അവിടെ എഴുതി വെക്കുക. ഓർത്ത് നോക്കാം. ദെൻ പ്രിൻസിപ്പിളിന്റെ അവിടെ ഈ ഒരു കാര്യം കൂടി ഒരു മെൻഷൻ ചെയ്ത് പറയും. 2 ഇത് എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 5. അപ്പോൾ
എന്ത് വരും 2:5. അതാണ് അവർ ബേസിക് ആയിട്ട് പറയുന്നത്, റേഷ്യോ ആയിട്ട് പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക, അതാണ് ആ പ്രിൻസിപ്പിളിന്റെ ബേസ് 2:5. മറ്റേതിന് എന്തായിരിക്കും വരുന്നത് 1:5 കേട്ടോ. ഓർത്ത് നോക്കുക 1:5. അതാണ് പ്രിൻസിപ്പിൾ. നിങ്ങൾ ഇനി വായിച്ചു നോക്കി അറിയാം, പ്രിൻസിപ്പിൾ അതായിരിക്കും ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി വെച്ചേക്കുന്നത്. ഒന്ന് വായിച്ച് പ്രിൻസിപ്പിൾ വേണ്ട, ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കും. പ്രിൻസിപ്പിൾ എടുത്തോ, അതുണ്ടാവില്ല നിങ്ങൾക്ക് ഇല്ല ബുക്കിൽ, സ്കീമിലുണ്ടോ പ്രിൻസിപ്പിൾ? പ്രിൻസിപ്പിൾ ഉണ്ട്. പിന്നെ തിയറി പ്രിൻസിപ്പിൾ സെയിമാ. ഇതിങ്ങനെ സെപ്പറേറ്റ് കൊടുത്തിട്ടില്ലേ? വേർഡിൽ ഒന്നും എഴുതിപ്പിച്ചിട്ടില്ല. ഓക്കെ, വേർഡിൽ പറയുമ്പോൾ ഇതിനെ തന്നെയാണ് വേർഡിൽ പറയാം കേട്ടോ. ഓർത്ത് നോക്കാം. അതിൽ എന്നിട്ട് റേഷ്യോ പറഞ്ഞു കാണാം, എവിടെയെങ്കിലും പ്രൊസീജിയറിൽ വല്ലതും റേഷ്യോ പറയണം. ഭയങ്കര ചെറുതായി പോയി അല്ലേ? നിങ്ങൾക്ക് ഒന്നുമില്ല. നിങ്ങൾ എക്സാമിന് മറ്റേതിൽ എഴുതിയേക്കുന്നത് ഇങ്ങനെ തന്നെയാണോ? മറ്റേ ബാക്കി ആൾക്കാർക്ക് കുറേ, ബാക്കി ആൾക്കാർക്കൊക്കെ അത്യാവശ്യമുണ്ട്. നിങ്ങൾക്ക് ഇത്ര ചെറുതാണോ? അല്ലല്ലോ, കുറേ എഴുതാനല്ലേ? സ്റ്റേറ്റ്മെന്റ് കുറച്ചും കൂടി ഇല്ലേ? ആണോ? അത്രേ ഉള്ളൂ. ചില ആൾക്കാർക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഒന്ന് റിഡോക്സ് ഓക്സിഡേഷൻ ആണ്. രണ്ടാമത്തെ കാര്യം പറയേണ്ടത് ഇതിൽ 2:5 ഏതാ? എന്നിട്ട് ഓവറോൾ അറിയാമല്ലോ, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓവറോൾ എഴുതേണ്ട ആവശ്യമില്ല. ഓവറോൾ ഇല്ല. ഓർത്തോക്കാം. മറ്റേനെന്തായിരുന്നു വ്യത്യാസം? മോർസോൾട്ടിന് ഇത് സെയിം ആണ് ആക്ച്വലി അല്ലേ? ഇത് സെയിം ആണ്. മറ്റേതിൽ മോർസോൾട്ട് എന്തായിരുന്നു? Fe 2 പ്ലസ് എന്താവും? Fe3 പ്ലസ് 1 അല്ലേ? ഉണ്ട്. ഓർത്ത് നോക്കാം. അപ്പോൾ ഈ ഓൾ ഇക്വേഷൻ ഓഫ് 5ഉം ഇതിനെ 1ഉം വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഓവറോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതാം കേട്ടോ. ഓക്കെ, ഓവറോൾ അറിയാമല്ലോ, കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ബേസിക് ഇക്വേഷൻ എന്തായിരുന്നു ആക്ച്വലി? ഇതിൽ നിന്ന് കിട്ടുന്ന ഇതിന്റെ ബേസിക് ഇക്വേഷൻ നാളെ ഇതില് എന്തായിരുന്നു? എന്താണ് മെയിൻ ആയിട്ട് കണ്ടെത്തേണ്ടത്? മൊളാരിറ്റി ഓഫ് KMnO4 കണ്ടോ? ഓർത്തോ, മൊളാരിറ്റി ഓഫ് KMnO4. അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? മൊളാരിറ്റി ഓഫ് KMnO4 ഈക്വൽ ടു ഇല്ല ഇതിന്റെ ഓക്സാലിക് ആസിഡ്. അപ്പൊ എന്ത് വരും? ഇൻറ്റു ഡിവൈഡഡ് ബൈ ഇൻറ്റു 2/5 കേട്ടോ. ഓർത്തോ, ഇതാണെങ്കിൽ എത്ര വരും? 1/5 കേട്ടോ. ഓർത്തോ. അപ്പോൾ അങ്ങനെ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കാം. അതാണ് വരുന്നത് കേട്ടോ. M1V1 = M2V2 എന്ന് പറയുന്ന ഓർഡറിലാണ് വരുന്നത്. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ഇതിലാലെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ കാര്യങ്ങൾ തന്നെ സ്ട്രോങ് ആയിട്ട് പോവാം. 5ക്ക് വേണ്ടി കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യുക, അത്രയും നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇത് എഴുതുന്നത് നിങ്ങൾ അൾട്രാ ക്ലിയർ ആയിട്ട് സ്പീഡായിട്ട് കറക്റ്റ് ആയിട്ട് എഴുതാൻ നോക്കുക. ടൈം നോക്കണം കേട്ടോ, ടൈം നോക്കണം. കാരണം നമുക്ക് ഒരു ബി പ്ലാൻ എന്തായാലും വേണം. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റക്ക് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ കേട്ടോ. ഞാൻ തൻ്റെ കാര്യം തന്നെ ഓർത്ത് വെച്ചേക്കുന്നത്. കഴിഞ്ഞ സമയത്ത് ഒരു വാല്യൂവിൽ ഒരു ഫ്ലക്ച്വേഷൻ വന്നില്ലേ? ആ ഫ്ലക്ച്വേഷൻ മോൻ്റെ കാരണം കൊണ്ടാവണം നിർബന്ധമില്ല. ചില സമയത്ത് ആ ഒരു മോൻ എടുത്തേക്കുന്ന ഒരു ഡിവൈസിൽ എന്തെങ്കിലും, ഇപ്പോൾ തനിക്ക് എന്തെങ്കിലും സ്ട്രോൺഷ്യം ക്ലോറൈഡ് ആണെന്ന് വിചാരിക്കുക. സ്ട്രോൺഷ്യം ക്ലോറൈഡ് മോൻ എടുത്ത് വെക്കണം ആ ഒരു സെക്കൻഡിൽ അവിടെ ഇരിക്കുന്ന ഇയാളെ അടുത്ത് കൂടി പോയപ്പോൾ അതിൽ നിന്നൊരു തെരിച്ച് അതിൽ വീണെന്ന് വരുന്നത് വേറൊരു സാധനം. ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, അങ്ങനെ വീണാലോ. അല്ലെങ്കിൽ ലാബ് അസിസ്റ്റന്റ് ആയിട്ടുള്ള വേറൊരാളാണ്, അപ്പോൾ ഞാനാണ് ലാബ് അസിസ്റ്റന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അങ്ങനെ വീണ സമയത്ത് മറ്റേൻ്റെ ഒരു പൊടി ഇതിലേക്ക് വീണു. അല്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്ത് ഇയാൾക്ക്, അല്ലേ, സ്പൂണൊക്കെ എല്ലാം എടുത്ത് ഇയാൾക്ക് വേണ്ടിയിട്ട് അത് എടുക്കുന്ന സമയത്ത് ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് തുടച്ചിട്ടാണ് ചെയ്യേണ്ടത് അല്ലേ? അതിന് വരെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മറ്റേൻ്റെ തരി വന്ന് അതിൻ്റെ പ്രസിപ്പിറ്റേറ്റ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് വരും. പക്ഷേ അതൊന്നും ആർക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റില്ല, നമുക്കവിടെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ന്യൂട്രലൈസ് ചെയ്ത് കൊണ്ടുവരും. ഒന്ന് സോൾട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 1-2 പ്രാവശ്യം അത് മാറി എന്ന് പറയുകയാണെങ്കിൽ കൺഫേം ചെയ്ത് കിട്ടിയതാണെന്ന് ഓർത്ത് വെച്ചിട്ട് പാനിക് ആവാതെ നിങ്ങളുടെ മിസ്സിൻ്റെ അടുത്ത് എന്ത് ചെയ്യുക? കൺവേ ചെയ്യാനായിട്ട് നോക്കുക. ഇത് ഇങ്ങനെയാണ്, ആ പ്രസിപ്പിറ്റേറ്റ് കൊണ്ട് ഒഴിച്ചൊന്നും കളയരുത്. ഇത് ഇങ്ങനെയാണ് കിട്ടിയത്, മിസ് പറയാം, ഒന്നും കൂടി ചെയ്ത് നോക്കുക, അതല്ലല്ലോ എന്നുള്ളത് പറയാം. അതും കൂടി ഒന്നും കൂടി തന്നെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അത് കറക്റ്റ് അല്ല അല്ലെങ്കിൽ ആണ് എന്നുള്ളത് കൺഫേം നോക്കുക. അവിടെ സ്റ്റക്കായിട്ട് നിൽക്കാതിരിക്കാൻ നോക്കുക. ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ അടുത്ത വോളിമെട്രിക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതിനെ ബാലൻസ് ചെയ്യാൻ ആയിട്ട് ഓർത്ത് നോക്കുക. അങ്ങനെ കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതൊന്നും ക്ലിയർ ചെയ്ത് ഒന്ന് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് മറക്കരുത്. പിന്നെ മറ്റേ വാല്യൂ ഹൈ ഫ്ലക്ച്വേഷൻ വന്നാൽ തിരിച്ചറിയാമല്ലോ, എത്രയാണ് വന്നേക്കുന്നത് അറിയാമല്ലോ. ഓക്കെ, വാല്യൂ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ ഫ്ലക്ച്വേഷൻ വരികയാണെങ്കിൽ അതിൻ്റെ ന്യൂട്രലിൽ തന്നെ പിടിക്കാൻ നോക്കുക കേട്ടോ. ഓർത്ത് റിപ്പോർട്ട് ചെയ്യാം. റിപ്പോർട്ട് ചെയ്തിട്ട് എന്താണ് അല്ലേ, 2 പ്രാവശ്യം നമുക്ക് അത് തന്നെയാണ് കിട്ടണമെങ്കിൽ മറ്റേ വാല്യൂയിലേക്ക് തന്നെ ഫ്ലക്ച്വേറ്റ് ചെയ്യുക. ഒറിജിനൽ വാല്യൂ എത്രയാണെന്നൊക്കെ അറിയാമല്ലോ.
തരയ്ക്കാനും നോക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്താണ് ഹൈ ആയിട്ട് വേരിയേഷൻ ഒന്നും വരില്ല കേട്ടോ ഓർത്തോക. അപ്പോൾ അത് മറക്കാതെ അങ്ങനെ തന്നെ കൊണ്ടുവരാം കേട്ടോ. ഓക്കെ. ദെൻ വേറെന്താ? അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളുടെ ഫ്ലോ ഇങ്ങനെയായിരിക്കും കേട്ടോ ഓർത്തോക. ഓരോ ചാപ്റ്ററിൻ്റെയും കുറച്ച് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്റർ കുറച്ചും അടുത്ത ചാപ്റ്റർ കുറച്ചും അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ബുക്ക് എല്ലാവരും കൊണ്ടുവരണം കേട്ടോ. ഇനിയുള്ള എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ അതിനെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകും. നമ്മുടെ എയിം ഇതാണ്. ആക്ച്വലി മെയിൻ ലാസ്റ്റ് വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റേറ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് കുറേ ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബേസ് ഉണ്ടാവണം കേട്ടോ ഓർത്തോക. ആ സമയത്ത് ഈ ഇതിലെ ക്വസ്റ്റ്യൻസ് അങ്ങനെ നോക്കാൻ നിൽക്കാതെ നമുക്ക് അൾട്രാ ക്ലിയർ ആയിട്ട് കൺസെപ്റ്റ് ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരാൻ നോക്കാം കേട്ടോ. ഓക്കെ. പഠിച്ചതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കൊണ്ടുവരാം. വേറെ എന്തെങ്കിലും ടോപ്പിക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ഏരിയാസ്? ഇല്ലല്ലോ. ഉണ്ടോ? അപ്പോൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏരിയ എന്താ അതും കൂടി പറയാം. ഈ ചാപ്റ്ററിലെ ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത് ഏറ്റവും ലാസ്റ്റത്തെ ഏരിയയിൽ എന്തായിരുന്നു? അബ്നോർമൽ മോളിക്കുലർ മാസ്. എൻ്റെ കെമിസ്ട്രിയിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് അബ്നോർമൽ മോളിക്കുലർ മാസിൻ്റെയാണ് ആക്ച്വലി. അത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. ഗ്ലോബൽ സോൾട്ട് ഓർമ്മയുണ്ടോ ഈ ക്വസ്റ്റ്യൻ ചെയ്തത് ഈ ചാപ്റ്ററിൽ നിന്ന്? അങ്ങനെയൊക്കെ വന്നേക്കുന്നത് ഞാൻ 2 പ്രാവശ്യം റൈറ്റ് ചെയ്യിപ്പിച്ചേക്കുന്നതാണ്. ഗ്ലോബൽ സോൾട്ട് എന്നൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. വീട്ടിൽ പോയിട്ട് നോക്കണം ഈ ബുക്കിൽ. എക്സാം കഴിഞ്ഞിട്ടൊക്കെ മതി, ഇപ്പോഴൊന്നുമില്ല. എക്സാം കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് അബ്നോർമൽ മോളിക്കുലർ മാസിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ അത് മാത്രമായിട്ട് കുറച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ക്ലാസ് എടുത്ത് നോക്കി അറിയാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് മാത്രമായിട്ട് എന്ത് ചെയ്യുക, ഏറ്റവും ലാസ്റ്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് ആക്ച്വലി വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ നോക്കണം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇക്വേഷൻ ഒന്ന് പറഞ്ഞിട്ട് വിടാം. ആൽഫ ഈക്വൽ ടു then association alpha equal to 1. Okay. Then alpha equal to degree of association. Alpha. Allalla. Degree of dissociation. Alpha. I minus n minus 1. Dissociation. Association I minus 1 by n minus 1. Okay. അപ്പോൾ അത് കിട്ടണം. പിന്നെ ലാസ്റ്റത്തെ ഇക്വേഷൻ ആണ് KA equal to K dissociation constant C alpha square by 1 minus alpha. Then K തന്നിട്ട് ആൽഫ ചോദിച്ചാൽ ആൽഫ ഈക്വൽ ടു റൂട്ട് ഓഫ് K ഡിവൈഡ് ബൈ C കേട്ടോ ഓർത്തോക. K തരും എന്നിട്ട് ആൽഫ ചോദിച്ചാൽ ആൽഫ ഈക്വൽ ടു റൂട്ട് ഓഫ് KA ഡിവൈഡഡ് ബൈ C എന്ന് പറയുന്നതാണ് കേട്ടോ ഓർത്തോക. അപ്പോൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് വരണം കേട്ടോ. ഓക്കെ.